സോ ഇന്നലെ നമ്മൾ നിർത്തിയത് ടിപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാ. So we are going to the next technical area, that is PIP. PIP. PIP full form എന്താന്ന് വെച്ചാൽ പ്രൈസ് ഇൻട്രസ്റ്റ് പോയിന്റ് എന്നാണ്. പ്രൈസ് ഇൻട്രസ്റ്റ് പോയിന്റ്. Price interest point. What is actually PIP? PIP is actually the smallest unit by which a currency quotation can change. അപ്പോൾ currency quotation change ചെയ്യുന്ന smallest unit ആണ് ശരിക്കും പറഞ്ഞാൽ PIP. അപ്പോൾ PIP is actually the smallest unit by which currency quotation can change. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്മോളസ്റ്റ് യൂണിറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് സ്മോളസ്റ്റ് ഡെസിമൽ യൂണിറ്റ് ആണ്. സ്മോളസ്റ്റ് ഡെസിമൽ യൂണിറ്റ് ബൈ വിച്ച് എ കറൻസി കോട്ട് ക്യാൻ ചേഞ്ച്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇന്നത്തെ ഒരു കോട്ട് എടുക്കുകയാണ്. $1 is equal to rupees 80. $1 is rupees 80. ഇനി നാളെ the change, what can the change happen? Appo tomorrow this quote can change by minimum 8. So നാളെ ചേഞ്ച് ചെയ്യാൻ സാധ്യത 79.98 അല്ലെങ്കിൽ 80.02 ആകാം. അപ്പൊ മിനിമം വാല്യൂ നമുക്കൊരു ഇൻഫർമേഷൻ തരുന്ന മിനിമം വാല്യൂ ബൈ വിച്ച് the quote can change is either say rupees 79.98 അല്ലെങ്കിൽ rupees 80.02. അപ്പോ ഇപ്പൊ കോട്ട് പ്രസന്റ് കോട്ട് 80, നാളെ അത് ഒന്നുമില്ലെങ്കിൽ 79.98 ആകാം, അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു 79.98 ആകാം, അല്ലെങ്കിൽ 80.02 ആകാം. നാളെ പോസിബിൾ വരാൻ സാധ്യതയുള്ള കോട്ട് ഇതാണ്. 80 എന്നുള്ള നാളെ ചിലപ്പോൾ 79.98 ആകാം, അല്ലെങ്കിൽ 80.02 ആകാം. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇവിടെ 80 എന്നുള്ളത് മാക്സിമം 80 എന്നുള്ള ചേഞ്ച് വരാൻ സാധ്യത 0.02 ആണ്. ചേഞ്ച് ദാറ്റ് can happen to rupees 80 is 0.02. That is either plus or minus 0.02. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ പിപ്പ് വാല്യൂ ഈ പിപ്പ് വാല്യൂ ഇതാണ്. This is the PIP value. But it is the smallest decimal by which currency code can change. അപ്പൊ പിപ്പ് 0.02 എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പ്രൈസ് 80 ആണെങ്കിൽ പിപ്പ് 0.02 എന്ന് നമുക്ക് തരികയാണ്. Presently the price is 80 per dollar and PIP value is 0.02 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ആ 80 എന്നുള്ള വാല്യൂ ചിലപ്പോൾ 79.98 ആകാം. അത് 0.02 കുറഞ്ഞ് 79.98 ആകാം, അല്ലെങ്കിൽ നാളെ 80 എന്നുള്ളത് 0.02 കൂടി 80.02 ആകാം. So that is the smallest value by which the quote can change. ഇനി ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഈ ഇപ്പൊ റുപ്പി ഡോളർ കോട്ടില് ഡോളർ റുപ്പി കോട്ടിലൊക്കെ പിപ്പ് വാല്യൂ ക്യാൻ ബി അപ് ടു 4 ഡെസിമൽ പ്ലേസ്, 4 ഡെസിമൽ പ്ലേസ് ആണ് പറയുന്നത്. 4 ഡെസിമൽ പ്ലേസ്, വിച്ച് മീൻസ് അപ്പൊ അത് 0.0001. അപ്പോ അത് റുപ്പി പെർ ഡോളറിലൊക്കെ പിപ്പ് വാല്യൂ ക്യാൻ ബി അപ് ടു 4 ഡെസിമൽ പ്ലേസസ്. ചില കറൻസിയിൽ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ എഴുതിയതുള്ളൂ 0.02 എന്ന്. അപ്പൊ പിപ്പ് വാല്യൂ 0.02 എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് ആണ്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ 0001 ആണെങ്കിൽ ഇത് 79.999 വരാം.
4 ഡെസിമൽ പ്ലേസ് വരെ വരാം. ഇവിടെ ആണെങ്കിൽ 80.00001 വരാം. 80.00001 വരാം. അപ്പൊ ദിസ് ഇസ് ദ, അപ്പൊ ഇതാണ് ആ ക്രൈറ്റീരിയ. അപ്പൊ പിപ്പ് എന്ന് പറയുന്ന ദ smallest value by which the quote can change. അപ്പൊ നിങ്ങൾ ഇത് എടുക്കേണ്ട രീതി ഇതാണ്. സപ്പോസ് നമ്മളോട് പറയാം പ്രസന്റ് കോട്ട് ഈസ് 80, ഇപ്പോഴത്തെ കോട്ട് 80 ആണ്, ആൻഡ് പിപ്പ് വാല്യൂ ഇസ് 0.01, പിപ്പ് വാല്യൂ 0.01. Then what can be the possible quote? Possible quote എത്രയായിരിക്കും? Possible quote of this ₹80 can be either 79.99 or 80.01. Okay ആണോ? Is it clear? Clear ആണോ? Yes, sir. ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യട്ടാ, നല്ല മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. No. Next is forward exchange quotations. Forward exchange quotations. കുറച്ച് തിയറി പഠിച്ചതിന് ശേഷം കുറച്ചധികം തിയറി പഠിച്ചതിന് ശേഷം വേണം നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാനായിട്ട്. ഫോർവേഡ് എക്സ്ചേഞ്ച് കൊട്ടേഷൻ അല്ലെങ്കിൽ ഫോർവേഡ് റേറ്റ്. ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയാം. ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ്. Forward exchange rate. Basically, forward exchange rate is based on a forward contract. In a forward contract, two parties will agree to deliver certain amount of currency, at a fixed rate in future. But in a forward contract, two parties agree for delivering a particular amount of currency, at a fixed rate in a future date. But naturally, forward rate is a rate which is agreed now. But it is related to a future date. But forward rate is agree cheyan. Agree cheyan. In the date itra currency, itra quantity of currency, itra currency delivery ചെയ്തോളാം എന്ന് പറഞ്ഞാൽ രണ്ടുപേര് agree ചെയ്യുന്നതാണ് forward rate. അപ്പൊ ഈ ഡെലിവറി ഡേറ്റ് വിൽ ബി ഇൻ ഫ്യൂച്ചർ. അപ്പൊ ആ ഫ്യൂച്ചർ ഡേറ്റില് ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ നമ്മൾ എഗ്രി ചെയ്യുന്ന ഫിക്സഡ് റേറ്റ് ഡെലിവറി ചെയ്തോളാം. ദാറ്റ് ഇസ്, അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞ ഫോർവേഡ് കോൺട്രാക്ട്. അപ്പൊ ആ എഗ്രി ചെയ്യുന്ന ഫിക്സഡ് റേറ്റ് ഉണ്ടല്ലോ, റേറ്റ് വിച്ച് ഇസ് എഗ്രീഡ്, ദാറ്റ് ഫിക്സഡ് റേറ്റ് വിച്ച് ഇസ് എഗ്രീഡ് നൗ, ദാറ്റ് ഇസ് ആക്ച്വലി ഫോർവേഡ് റേറ്റ്. അതാണ് ശരിക്കും പറഞ്ഞ ഫോർവേഡ് റേറ്റ്. അപ്പൊ ശരിക്കും പറയാം forward rate is a rate which is agreed now. Forward rate is a rate which is agreed now, but related to a forward date, അല്ലെങ്കിൽ future date. ഫ്യൂച്ചർ ഡേറ്റിലേക്കുള്ള റേറ്റ് ഇപ്പോ തന്നെ എഗ്രി ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, ബേസിക് അഡ്വാൻറ്റേജ് ഓഫ് എഗ്രിങ് സച്ച് റേറ്റ് ഇസ് you are not affected by currency fluctuation. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ എഗ്രി ചെയ്യണം ഇന്ന ഫ്യൂച്ചർ ഡേറ്റില്
നമ്മൾ ഇന്നർ റേറ്റിൽ ഡെലിവറി ചെയ്തോളാം. അപ്പൊ എന്താ നാളെ ആ ഫ്യൂച്ചർ ഡേറ്റ് എത്തുമ്പോൾ വാട്ട് എവർ ഹാപ്പൻസ് ടു ദ എക്സ്ചേഞ്ച് റേറ്റ് യു ആർ ലീസ്റ്റ് ബോധേഡ്. നിങ്ങൾ ബോധേഡ് അല്ല. കാരണം എന്താണ്, രണ്ടുപേരും എഗ്രി ചെയ്തിട്ട് ഇന്നർ റേറ്റിൽ ഡെലിവറി ചെയ്തോ. സോ ദാറ്റ് ഇസ് ബേസിക്കലി ഫോർവേഡ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഫോർവേഡ് റേറ്റ്. ദാറ്റ് ഇസ് ബേസിക്കലി ഫോർവേഡ് റേറ്റ്. അപ്പോ there will be a difference between the present spot rate. Spot rate എന്ന് പറയുന്നത് rate which is prevailing now on a spot rate. Always there will be a difference between the spot rate and forward rate. ഈ spot rate ഉം forward rate തമ്മിൽ എപ്പോഴും ഒരു ഡിഫറൻസ് ഉണ്ടാവും. There will be always a difference. Always there will be a difference between this spot rate and forward rate. Now this difference between spot rate and forward rate, this difference between spot rate and forward rate is actually the forward margin. അത് ശരിക്കും പറഞ്ഞാൽ forward margin. അപ്പോൾ forward margin is a difference between the spot rate and forward rate. പക്ഷെ ഇവിടെ ഫോർവേഡ് മാർജിൻ എന്നൊക്കെ പറയുമ്പോൾ യു കാൺ സേ ദാറ്റ് ഇറ്റ് ഇസ് എ പ്രോഫിറ്റ്. അതൊരു പ്രോഫിറ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അതൊരു ദാറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പോട്ട് റേറ്റ് ആൻഡ് ഫോർവേഡ് റേറ്റ്. അങ്ങനെ ഒരു വ്യൂ മാത്രം എടുത്താൽ മതി. വാട്ട് ഇസ് ഫോർവേഡ് മാർജിൻ? ഇറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പോട്ട് റേറ്റ് ആൻഡ് ഫോർവേഡ് റേറ്റ്. അപ്പൊ ഈ ഫോർവേഡ് മാർജിൻ കാണുമ്പോൾ വെൻ യു സീ ദ ഫോർവേഡ് മാർജിൻ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് this forward margin is actually the difference between spot rate and forward rate. ഈ spot rate ഉം forward rate ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ forward margin. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇങ്ങനെയായിരിക്കും പറയാം നമ്മളോട് സ്പോട്ട് റേറ്റ് സ്പോട്ട് $1 ഈസ് ഈക്വൽ ടു, ഇപ്പൊ ഞാൻ ചില ലോക്കൽ വെച്ച് പറയാം, $1 ഈസ് ഈക്വൽ ടു say 70. 2 way വന്നാലേ ശരിയാവുള്ളൂ. 70.5. $1 is equal to rupees 70.5. Rupees 70.5. Forward margin. $40.45. Forward margin is $40.45. Forward margin is $40.45. But this forward margin is the difference between, will be the difference between spot rate and forward rate. This forward margin will be the difference between spot rate and forward rate. But naturally, forward rate will be $1 is equal to rupees 70.4-70.95. $70.4-70.95. This forward margin is the difference between spot rate and forward rate. Clear? ഇനി അപ്പൊ നമ്മൾ വിചാരിക്കും എപ്പോഴും ഈ ഫോർവേഡ് മാർജിൻ നമ്മൾ ആഡ് ആണ് ചെയ്യേണ്ടത്, സ്പോട്ട് റേറ്റിനോട് എപ്പോഴും ഫോർവേഡ് മാർജിൻ ആഡ് ആണ് ചെയ്യേണ്ടത്. That is not the case always. That is not the case always. അതല്ല എപ്പോഴും ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ ഫോർവേഡ് മാർജിൻ എഴുതിയത്, ഫോർവേഡ് മാർജിൻ അഥവാ ഫോർവേഡ് പോയിന്റ്സ് എഴുതി വെച്ചു. That is 40/45. ഈ 40/45 എന്ന് പറയുമ്പോൾ ഇത് ബിഡിന്റെയും ഇത് ആസ്കിന്റെയാണ്. ഇത് ബിഡിന്റെയും ആസ്കിന്റെയാണ് ഈ കിടക്കുന്ന 4 points. When you see this 4 points, you find that forward margin for bid is less, forward margin for ask is more. Forward margin for ask is more. 40/45. Margin for bid less, margin for ask more.
Sometimes forward margin എങ്ങനെയും പറയാം. Say 40 bar 35. 40 bar 35. 40 bar 35. Just see a case here. ഇവിടെ ബിഡിന്റെ മാർജിൻ പറയുന്നത് 40, ആസ്കിന്റെ മാർജിൻ പറയുന്നത് 35. The forward margin is like this. That is bid margin more, ask margin less. It is an indication that this forward margin should be reduced from the spot price. Our forward margin, spot price in a reduce here. Then forward rate will become rupees 69.6 dash 70.15. 70.15. 69.6, 70.15. അതായത് ഈ 40, 70 നിന്ന് 40 കുറയ്ക്കണം. അപ്പൊ ഈ ഫോർവേഡ് പോയിന്റ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫോർവേഡ് പോയിന്റ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫോർവേഡ് പോയിന്റ്സ് എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് ഈ ഡെസിമലിൽ നിന്നാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഡെസിമലിൽ നിന്ന്. അപ്പോൾ ഈ 17 നമ്മൾ വ്യൂ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വൺ ഇപ്പൊ ഞാൻ 70.4 എങ്ങനെ വന്നു നമുക്ക് നോക്കാം. നമുക്ക് അടുത്ത എക്സാമ്പിൾ എഴുതാം. ഇപ്പൊ സ്പോട്ട് റേറ്റ് ഞാൻ എടുക്കുന്നത് 70. ആ 70 70.00 ഡാഷ് 70.50 ഞാൻ എഴുതി വെക്കും. ആ പോയിന്റ്സ് നമ്മൾ ഇവിടെ 40 എന്ന് കാണുമ്പോൾ ആ 2 ഡെസിമലിനുള്ളതാണ്. 2 ഡെസിമലിനുള്ളതാണ്. അല്ലാതെ 40 എന്ന് കാണുമ്പോൾ നേരെ 70യോടും 70.5 40 70യോടെ 40 70.5 45 നേരെ ആഡ് ചെയ്യരുത്. ആ പോയിന്റ്സ് പറയുമ്പോൾ ഡെസിമൽ വാല്യൂസിലാണ് പോയിന്റ്സ് വരുന്നത്. ഡെസിമൽ വാല്യൂസിലാണ് പോയിന്റ്സ് വരുന്നത്. ഡെസിമൽ വാല്യൂസിലാണ് പോയിന്റ്സ് വരുന്നത്. ഓക്കെ ആണോ? ആ ഡെസിമൽ വാല്യൂ അല്ലാതെ 40 കാണുമ്പോൾ നേരെ 70യുടെ 45 നേരെ 70 ഇവിടെ നിന്ന് 70യുടെ ആഡ് ചെയ്തിട്ട് 110 115.5 എന്ന് എഴുതി വെക്കരുത്. ആ ശരിക്കും പറഞ്ഞാൽ ഈ ഫോർവേഡ് മാർജിൻ പോയിന്റ്സിലാണ്. ഫോർവേഡ് മാർജിൻ പോയിന്റ്സ്. ഫോർവേഡ് മാർജിൻ പോയിന്റ്സിലാണ്. അപ്പൊ ഇവിടെ 4 ബാർ അപ്പൊ നമ്മൾ ആ പോയിന്റ്സ് എഴുതുമ്പോൾ നമ്മൾ ഇവിടുന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇപ്പൊ ഇവിടെ 40 എന്ന് പറയുമ്പോൾ 2 ഡെസിമലിലേക്കുള്ളതാണ്. അതേസമയം 4 ബാർ 5 എന്നാണെങ്കിൽ നമ്മൾ ആ 4 തുടങ്ങാൻ പോകുന്നത് ഇവിടുന്ന് ആയിരിക്കും. ലാസ്റ്റ് ഡെസിമലിൽ നിന്നായിരിക്കും നമ്മൾ തുടങ്ങാൻ പോകുന്നത്. 4 ഇവിടുന്ന് തുടങ്ങും, 5 ഇവിടുന്ന് തുടങ്ങും. ഇവിടെ സപ്പോസ് ഇറ്റ് ഇസ് 4 ബാർ 5. 4 ബാർ 5 ആയിരുന്നെങ്കിൽ 70.00. കാരണം ഇവിടെ 2 ഡെസിമൽ ഉണ്ടെങ്കിൽ ഇവിടെയും 2 ഡെസിമൽ എഴുതണം. 70.00 ഡാഷ് 70.5. സോ ഇവിടെ എത്ര ഡെസിമൽ? അപ്പൊ ഇവിടെ ഹോൾ നമ്പർ ആയിട്ട് കിടന്നാൽ പോലും നമ്മൾ ഇവിടെ എത്ര ഡെസിമൽ ഉണ്ടെന്ന് നോക്കണം. അത്ര ഡെസിമൽ ഇവിടെ എഴുതണം. അപ്പൊ 4 ബാർ 5 ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് 4 കുറയ്ക്കും. അല്ല ഇവിടെ 4 ആഡ് ചെയ്യും. ഇവിടെ 4 ആഡ് ചെയ്യും, ഇവിടെ 5 ആഡ് ചെയ്യും. അപ്പോൾ ഈ പോയിന്റ്സ് എപ്പോഴും ഡെസിമലിന്റെ അത്രയും ലെങ്ത്തിലെ പോയിന്റ്സ് ഉണ്ടാവുള്ളൂ. ഡെസിമലിന്റെ ലെങ്ത്തിൽ തന്നെയായിരിക്കും പോയിന്റ്സ് അവൈലബിൾ. മാക്സിമം പോയിന്റ്സ് വിൽ ബി കണക്റ്റഡ് വിത്ത് ദ ഡെസിമൽ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ 2 ഡെസിമൽ ഉള്ളെങ്കിൽ പോയിന്റ്സ് മാക്സിമം പോയിന്റ്സ് അപ്പൊ ശരിക്കും പറയാം ഒരു ഫിഗർ ആയിരിക്കും അല്ലെങ്കിൽ 2 ഫിഗർ ആയിരിക്കും. ക്വസ്റ്റ്യനില് 3 ഡെസിമൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തരുന്ന പോയിന്റ്സ് ചിലപ്പോ ഒരു പോയിന്റ് യൂണിറ്റ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഡബിൾ ഡിജിറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ട്രിപ്പിൾ ഡിജിറ്റ്സ് ആയിരിക്കും പോയിന്റ്സ്. ക്വസ്റ്റ്യനിൽ എത്ര ഡെസിമൽ ഉണ്ടോ അത്രയും നമ്പേഴ്സ് പോയിന്റ്സ് ആയിട്ട് വരുള്ളൂ. ക്വസ്റ്റ്യനിൽ 3 ഡെസിമൽ ഉണ്ട്, എന്നിട്ട് 4ഉം 5 ആണ് തരണമെങ്കിൽ ആ ലാസ്റ്റ് ഡെസിമലിലേക്കാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ലാസ്റ്റ് ഡെസിമലിലേക്കാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിൽ 3 ഡെസിമൽസ് ഉണ്ട്.
നമുക്ക് പോയിന്റ്സ് എന്തെങ്കിലും രണ്ട് ഡബിൾ ഡിജിറ്റ് പോയിന്റ്സ് ആണെങ്കിൽ ലാസ്റ്റ് 2 ഡെസിമലിലേക്കാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ക്ലിയർ ആവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി ചില കേസുകളിൽ ഈ ഫോർഡ് സ്പോട്ട് റേറ്റ് ഒക്കെ തരുന്ന സമയത്ത് ഫോർവേഡ് റേറ്റ് ഒക്കെ തരുന്ന സമയത്ത് സപ്പോസ് സ്പോട്ട് റേറ്റ് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും പറയും. സ്പോട്ട് റേറ്റ് നോർമൽ ഡെസിമലൊക്കെ ഉള്ള കേസുകളിൽ ഇങ്ങനെ പറയും. സ്പോട്ട് റേറ്റ് $1 rupees 68.4 bar 8. 68.4 bar 80. 68.40 bar 80. ഈ 68.40 ബാർ 80 എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഈ ബാർ 80 ഉണ്ടല്ലോ ലാസ്റ്റ് 2 ഡെസിമലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ബാർ 80 ലാസ്റ്റ് 2 ഡെസിമലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് ഒരിക്കലും ഇങ്ങനെ എഴുതരുത് 68.4. അപ്പോ 68.4 ബാർ ഡാഷ് 80 എന്നല്ല ഇത് ഉദ്ദേശിക്കുന്നത്. 68.4 ഡാഷ് 80 എന്നല്ല ഇത് ഉദ്ദേശിക്കുന്നത്. It is never 68.4 ഡാഷ് 80. ഇത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ബാർ 80 ഇട്ട് കഴിഞ്ഞാൽ അത് ലാസ്റ്റ് 2 ഡെസിമൽസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഡിനോട്ട്സ് ലാസ്റ്റ് 2 ഡെസിമൽസ്. ഇത് റോങ് ആണ്. ഇതിന്റെ മീനിങ് എന്താ വെച്ചാൽ മീനിങ് ഓഫ് ദിസ് ഈസ് ഇറ്റ് ഇസ് 68.4 ഡാഷ് 68.8 എന്നാണ് അതിന്റെ മീനിങ്. ഇത് അപ്പൊ സ്പോട്ട് റേറ്റ് $1 rupees 68.4 bar 80 എന്ന് പറയുമ്പോൾ അത് 2-way quote ആണ്. ദാറ്റ് ഇസ് എ 2-way quote. ദാറ്റ് ഇസ് എ 2-way quote. ആ 2-way quote നമ്മൾ എഴുതേണ്ടത് ഈ രീതിയിലാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂട്ട് വരുന്നത്? ഈ 68.4 bar 80 എന്ന് പറയുമ്പോൾ ഇതിന്റെ ബിഗ് ഫിഗർ എന്ന് പറയുന്നത് 68 ആണ്. 68 ഇസ് ദ ബിഗ് ഫിഗർ. ബാക്കി ഡെസിമലാണ്. അപ്പൊ എല്ലാവർക്കും ഈ ബിഗ് ഫിഗർ അറിയാം എന്നാണ് അസംഷൻ. അതായത് 68 ആണ് എന്നുള്ള കാര്യം അറിയാന്നുള്ളതാണ് അസംഷൻ. പിന്നെ അതിനുശേഷമുള്ള ആ വാക്കുകളുടെ ഡിഫറൻസ് ആണ് അറിയാത്തത്. അപ്പൊ ആ ബിഗ് ഫിഗർ എല്ലാവർക്കും അവെയർ ആണ്. പിന്നെ ബാക്കിയുള്ള സ്മോൾ ഫിഗേഴ്സ് ആ ഡെസിമൽസ് ആണ് ആളുകൾക്ക് സംശയം എന്നാണ് ജനറൽ പെർസെപ്ഷൻ. അപ്പൊ അതുകൊണ്ട് 68.4 bar 80 നമ്മൾ റീഡ് ചെയ്യുന്നത് എങ്ങനെ 68.40 ഡാഷ് 68.80. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും കോട്ട് തരാം. സ്പോട്ട് റേറ്റ് $1 68.4 bar 80 എന്ന് പറയുമ്പോൾ ആ 80 റെപ്രസെന്റ് ചെയ്യുന്നത് ലാസ്റ്റ് 2 ഡെസിമൽസിനെയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയായിരിക്കും കോട്ട് ചെയ്യാം. നമ്മളിപ്പോ ഒരു 3 month ഫോർവേഡ് മാർജിൻ എത്രയാണ് നമ്മളോട് ചോദിക്കുന്നത്. 3 month ഫോർവേഡ് മാർജിൻ എത്രയാണ് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മളോട് ഡീലർ പറയും പ്രസന്റ് സ്പോട്ട് റേറ്റ് 61.4 bar 80. forward margin is 50 bar 60 എന്ന് പറയും. 50 bar 60 അങ്ങനെ പറയും. 50 bar 60. ഉടനെ നമ്മൾ റീറൈറ്റ് ചെയ്യണം. 50 bar 60 എന്ന് പറയുമ്പോൾ ഇത് 2 ഡെസിമൽസ് ആണ്. ഇതുണ്ട് ഡിനോട്ട് ചെയ്യുന്ന 2 ഡെസിമലിലാണ്. അപ്പോ ഫോർവേഡ് റേറ്റ് വിൽ ബി $1 is equal to 61.4 dash 61.8 plus 50 60 61.9 dash 62.4. ഇതായിരിക്കും നമ്മുടെ ഫോർവേഡ് റേറ്റ്. ദിസ് വിൽ ബി അവർ ഫോർവേഡ് റേറ്റ്.
Forward margin, this forward margin is loaded to the spot rate. Forward margin is loaded to the spot rate to arrive the forward rate. Meaning, no. When you see the spot rate and forward rate, by comparing the spot rate and forward rate, you can evaluate whether the currency is at premium or discount. The spot rate and forward rate compare, you can evaluate whether the currency is at premium or no discount, whether the currency is at premium or discount. How will you evaluate? Whether it is premium or discount? Suppose spot rate, spot $1 is equal to rupees. $1 is equal to rupees. Locked rate which $1 is equal to rupees, say 64. $1 is equal to rupees 64. Premium and discount analysis conduct rate which presently the spot rate is $1 is equal to rupees 64. Forward rate $1 is equal to, say, 1 year forward rate. 1 year forward rate. $1 is equal to rupees 64.6. 1 year forward rate is $1 is equal to rupees 64.6. 1 year forward rate. By comparing the spot rate and forward rate, you can evaluate whether the currency is at premium or discount. A currency premium or discount evaluate. This evaluation we will do for the left side currency. LHC evaluation. We will evaluate LHC. Left hand side currency. Left hand currency. I want to see whether this left hand currency is at premium or discount. The left hand side currency. Left hand side currency premium or discount or not. Evaluate. I want to evaluate. And you can evaluate it. Our evaluation is always done to that left hand side currency. Left hand side currency spot rate 64, forward rate 64.61. Left hand side currency. When I evaluate it, I find that FR is greater than SR. FR is greater than SR. Forward rate is 64.6, spot rate is 64. FR is greater than SR. Forward rate is greater than spot. Forward rate is spot rate. If forward rate is greater than spot rate, it represents that LHC, that means left hand side currency, is at premium. Left hand side currency is at premium. Clear or no? Is it clear? Yes, sir. Left hand side currency premium what does it represent? That left hand side currency values appreciating.
ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കറൻസി വാല്യൂസ് അപ്രീഷിയേറ്റിംഗ്. അപ്പൊ ഒരു കറൻസി അറ്റ് പ്രീമിയം എന്ന് പറയുമ്പോൾ ആ കറൻസിയുടെ വാല്യൂ അപ്രീസിയേഷൻ ആണ് കാണിക്കുന്നത്. അതായത് ഇപ്പൊ നമുക്കൊരു ഡോളർ, അപ്പൊ ഇതിന്റെ ഒരു മീനിങ് എന്തായിരിക്കും? ഇപ്പൊ നമുക്കൊരു ഡോളർ മേടിക്കാൻ 64 റുപ്പീസ് വേണം. 64 റുപ്പീസ് മതി. ഒരു വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ, ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ഫോർവേഡ് റേറ്റ് എത്രയാണ്? 64.6. അപ്പൊ നാളെ ഒരു പക്ഷേ ഈ ഡോളർ മേടിക്കാൻ 64.6 റുപ്പീസ് വേണം. വിച്ച് മീൻസ് ഡോളറിന്റെ വാല്യൂ അപ്രീസിയേഷൻ ആണ് കാണിക്കുന്നത്. അപ്പൊ പ്രീമിയം റെപ്രസെന്റ്സ് അപ്രീസിയേഷൻ ഓഫ് എ പർട്ടിക്കുലർ കറൻസി. ആ പർട്ടിക്കുലർ കറൻസി എന്ന് വെച്ചാൽ ഏത് കറൻസി? ആ ലെഫ്റ്റ് സൈഡ് കറൻസിയുടെ അപ്രീസിയേഷൻ ആണ് കാണിക്കുന്നത്. Left side currency appreciation is otherwise the right side currency is depreciating. Left side currency appreciate ചെയ്യുന്ന അതിന്റെ മറ്റൊരു വർഷം എന്താണ്? റൈറ്റ് സൈഡ് കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് അതിന്റെ വർഷം. കാരണം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇന്നും 1, ഒരു വർഷം കഴിഞ്ഞാലും 1 തന്നെയാണ്. പക്ഷെ റൈറ്റ് സൈഡിൽ എന്താ സംഭവിക്കുന്നത്? റൈറ്റ് സൈഡിലാണ് ചേഞ്ച് മുഴുവൻ റിഫ്ലക്ട് ആവുന്നത്. ചേഞ്ചസ് ഓൾവേസ് ഹാപ്പനിങ് ഓൺ ദ റൈറ്റ് സൈഡ്. ഇന്ന് 64, നാളെ 64.6. ഇന്ന് $1 64, നാളെ $1 നാളെ ഒരു കാലത്ത് $1 64.6. അപ്പൊ എന്താണ്? ദ റൈറ്റ് സൈഡ് കറൻസി ഈസ് ഡിപ്രീഷിയേറ്റിംഗ്. അപ്പൊ റൈറ്റ് സൈഡിലെ കറൻസി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ആ റൈറ്റ് സൈഡിലെ വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ വി വിൽ ബി ഏബിൾ ടു ഇവാലുവേറ്റ് വെദർ ദ ലെഫ്റ്റ് സൈഡ് കറൻസി LHC ഈസ് എ പ്രീമിയം ഓർ ഡിസ്കൗണ്ട്. LHC പ്രീമിയത്തിലാണോ ഡിസ്കൗണ്ടിലാണോ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ, സോറി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ ലെഫ്റ്റ് സൈഡ് കറൻസി പ്രീമിയത്തിലാണോ ഡിസ്കൗണ്ടിലാണോ അറിയാൻ, ലെഫ്റ്റ് സൈഡ് കറൻസി പ്രീമിയത്തിലാണോ ഡിസ്കൗണ്ടിലേക്കാണോ അറിയാൻ വേണ്ടി റൈറ്റ് സൈഡ് നോക്കിയാൽ മതി. FR greater than SR, then LHC is at premium. LHC at premium. അപ്പൊ ഞാൻ ഈ കോട്ട് ഞാൻ തിരിച്ച്, ഇതിപ്പോ സപ്പോസ് ദിസ് ഇസ് എ കോട്ട് അവൈലബിൾ ഇൻ ഇന്ത്യ എന്ന് വിചാരിക്കും. ദിസ് ഇസ് എ കോട്ട് അവൈലബിൾ ഇൻ ഇന്ത്യ. സോ ഡെഫിനറ്റ്ലി ഈ രണ്ട് കോട്ടും ഇപ്പോ ഡയറക്ട് കോട്ട് കൺസെപ്റ്റിലാണ് കിടക്കുന്നത്. രണ്ടും ഡയറക്ട് കോട്ട് കൺസെപ്റ്റിലാണ് കിടക്കുന്നത്. സപ്പോസ് എനിക്ക് കിട്ടിയ കോട്ട് ഇൻഡയറക്ട് കോട്ടാന്ന് വെച്ചോ. എനിക്ക് കിട്ടിയ കോട്ട് ഇൻഡയറക്ട് കോട്ടാണ്. സപ്പോസ് എനിക്ക് കിട്ടുന്ന കോട്ട് ഇൻഡയറക്ട് കോട്ടാന്ന് വെച്ചു. അപ്പൊ ഇവിടെ ഈ സിനാരിയോ ഞാൻ നോക്കുമ്പോൾ, ഈ സിനാരിയോ നോക്കുമ്പോൾ LHC അറ്റ് പ്രീമിയം ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കറൻസി ഈസ് അറ്റ് പ്രീമിയം ആണ്. ഡെഫിനറ്റ്ലി നാളെ ഇതേ കോട്ട് തിരിച്ചു വരികയാണ്. അതായത് ലെഫ്റ്റ് സൈഡില് റുപ്പിയും റൈറ്റ് സൈഡിൽ ഡോളറും വരാൻ പോകണം. ലെഫ്റ്റ് സൈഡിൽ റുപ്പിയും റൈറ്റ് സൈഡിൽ ഡോളറും വരികയാണ്. Left side rupee and right side dollar. Definitely rupee should be at a discount ആയിരിക്കണം. Rupee should be at discount ആയിരിക്കണം. കാരണം ഇപ്പൊ ഡോളർ പ്രീമിയത്തിലാണ്. Dollar is at premium. So definitely when rupee comes to the left side, rupee should be at a discount. അത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇത് റുപ്പി വർഷനിലെ കോട്ട് എഴുതാം. സ്പോട്ട് 1 rupee is equal to എത്ര ഡോളേഴ്സ് ആയിരിക്കും? ഡോളേഴ്സ് DQ ആക്കാലോ നമുക്ക്. 1 divided by 64, 0.0156, 0.01563 നമുക്ക് എടുക്കാം. 0.01563. ഓക്കെ. Forward rate 1 rupee is equal to dollars 0.0 0.01548 0.01548. Which means ഇതെന്താ ഡിനോട്ട് ചെയ്യുന്നത്? ഇവിടെ FR is less than SR. FR is less than SR. FR is less than SR. So definitely LHC at a discount. LHC at a discount.
LSE ഡിസ്കൗണ്ടിലാണ്. അപ്പോൾ ഇതിനൊരു കാര്യം മനസ്സിലായി. By comparing this FR and SR, you can evaluate whether LHC ലെഫ്റ്റ് സൈഡ് കറൻസി പ്രീമിയത്തിലാണോ ഡിസ്കൗണ്ടിലാണോ എന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. All these are basic concepts. ഇതൊക്കെ very relevant for doing problem. ഞാൻ ക്ലീൻ ചെയ്തോട്ടെ? Can I clean? Yes, sir. ഇനി അടുത്തൊരു ഇഷ്യൂ എന്ന് വെച്ചാല് how can you determine this? ഈ ഫോർവേഡ് പ്രീമിയം അല്ലെങ്കിൽ ഫോർവേഡ് ഡിസ്കൗണ്ട് ഒക്കെ നമ്മൾ എങ്ങനെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യാം? ഹൗ ഡു യു ഡിറ്റർമിൻ ദിസ് ഫോർവേഡ് പ്രീമിയം അല്ലെങ്കിൽ ഫോർവേഡ് ഡിസ്കൗണ്ട് ഒക്കെ നമുക്ക് എങ്ങനെ ഹൗ ക്യാൻ വി ഡിറ്റർമിൻ ഇറ്റ്? നമുക്ക് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെ വാട്ട് ഡസ് ദിസ് പ്രീമിയം അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റെപ്രസെന്റ്? ഈ പ്രീമിയം അല്ലെങ്കിൽ കറൻസി അറ്റ് പ്രീമിയം അല്ലെങ്കിൽ കറൻസി അറ്റ് ഡിസ്കൗണ്ട് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇത് when a particular currency is at premium, when a particular currency is at a premium, it denotes that interest rate of that country is less compared to interest rate of the other country. ഇപ്പൊ നമ്മളോട് നോക്കിയപ്പോൾ ഡോളർ വേഴ്സസ് റുപ്പിയില് നമ്മൾ ഡോളർ ഫോർവേഡ് റേറ്റ് ഓഫ് ഡോളർ അറ്റ് പ്രീമിയം ആണ് നമുക്ക് കിട്ടിയത്. Forward rate of dollar at a premium. When forward rate of dollar is at premium, അത് റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ചാൽ interest rate of dollar is less when compared to interest rate of rupee. അതായത് in other words, interest rate in USA less than interest rate in India. Interest rate in USA less than interest rate in India. USA interest rate India interest rate nekal korvana. So interest rate in USA less, interest rate in India more. When two currencies are compared against each other, and out of which one currency is at premium, it shows that interest rate of that country is less and interest rate of the other country is more. അപ്പോൾ ഡോളർ റുപ്പിയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഡോളർ പ്രീമിയത്തിലാണെങ്കിൽ അതിനോട് മീനിങ് എന്താണ്? USA ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്, ഇന്ത്യയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. ഈ രണ്ട് കറൻസി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ compared to interest rate in India, interest rate of USA is less. തിരിച്ച് നമ്മൾ നോക്കിയപ്പോൾ എന്താണ്? റുപ്പി ഡിസ്കൗണ്ടിലാന്ന് നമ്മൾ കണ്ടു. അപ്പൊ റുപ്പി ഡോളർ നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ കമ്പയർ ടു ഡോളർ റുപ്പീസ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് അതും സെയിം മീനിങ് ആണ്. റുപ്പി ഡിസ്കൗണ്ടിലാവാൻ കാരണം എന്താണ്? ഇന്ത്യയിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. സോ അപ്പൊ അതിന്റെ സമ്മറി ഇതാണ്. Which currency is premium? ഇന്ന കറൻസിയാണ്. അപ്പൊ ആ രാജ്യത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്. Which currency is discount? ഇന്ന കറൻസി ഡിസ്കൗണ്ട് ആണ്. ആ രാജ്യത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. Now, അപ്പൊ എങ്ങനെ നമുക്ക് ഈ ഫോർവേഡ് പ്രീമിയം അല്ലെങ്കിൽ ഫോർവേഡ് ഡിസ്കൗണ്ട് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ്? ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ്? ഇപ്പൊ നമ്മൾ ഡോളർ പ്രീമിയം നോക്കും, റുപ്പി ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ പ്രീമിയം ആണോ ഡിസ്കൗണ്ട് ആണോ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദിസ് വെദർ ഇറ്റ് ഇസ് എ പ്രീമിയം ഓർ ഡിസ്കൗണ്ട്? ഈ പ്രീമിയത്തിലാണോ ഡിസ്കൗണ്ടിലാണോ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഹൗ ടു കാൽക്കുലേറ്റ് വെദർ ദിസ് LHC is a premium or discount, or what is the rate of premium or discount? The rate of premium, calculate it. Rate of premium. Rate of premium means that is in percentage per annum.
Rate of premium, percentage per annum. Premium അല്ലെങ്കിൽ discount, whatever it may be. Rate of premium bar discount per annum. I am going to calculate the premium or discount of LHC. Left hand side currency premium അല്ലെങ്കിൽ discount ആണ് calculate ചെയ്യുന്നത്. FR minus SR divided by SR into 100. This will be the percentage of premium for that period. This will be the percentage of premium for the period. ഇതായിരിക്കും ആ പീരീഡിലേക്കുള്ള പെർസെന്റേജ് ഓഫ് പ്രീമിയം. കാരണം ഈ പീരീഡിലേക്കുള്ള പെർസെന്റേജ് പ്രീമിയം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫോർവേഡ് റേറ്റ് 3 months ഫോർവേഡ് റേറ്റ് ആയിരിക്കും ചിലപ്പോൾ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ 1 month ഫോർവേഡ് റേറ്റ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പൊ ആ പീരീഡിലേക്കുള്ള പ്രീമിയം അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ആയിരിക്കും ഇത് FR minus SR divided by SR into 100. പക്ഷെ നോർമലി ദിസ് പ്രീമിയം അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഒക്കെ നമ്മൾ ഒരു ആനുവലൈസ്ഡ് വാല്യൂലാണ് നമ്മൾ കാണിക്കുക. ഈ പെർസെന്റേജ് നമ്മൾ ആനുവലൈസ്ഡ് വാല്യൂലാണ് കാണിക്കുക. അപ്പൊ അങ്ങനെ ആനുവലൈസ്ഡ് വാല്യൂ കാണിക്കാൻ വേണ്ടി വാട്ട് യു ഷുഡ് ഡു ഇസ് ദിസ് പെർസെന്റേജ് യു വിൽ കൺവേർട്ട് ടു ആനുവൽ വാല്യൂ. അതിപ്പോ 1 month എന്നൊക്കെ ആണെങ്കിൽ ഇൻറ്റു 12 എടുത്താൽ മതി. ഇൻറ്റു 12 divided by months. Into 12 divided by months. ചിലപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഡേയ്സിലായിരിക്കും നമുക്ക് അത് ഉണ്ടാവാം. അപ്പൊ ഡേയ്സിലാണ് തരുന്നുണ്ടെങ്കിൽ 365 divided by days. ഇത് ഞാൻ ബ്രാക്കറ്റ് ഇടാൻ കാരണം ഇതിൽ ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. ഏതാന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്തോളാം. either it will be 12 by 1 month forward rate എന്നാണ് പറയുന്നത്. നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു മാസത്തെ നമുക്ക് പ്രീമിയം അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടും. ഇൻറ്റു 12 by 1 എടുക്കാം. ചിലപ്പോൾ നമ്മളോട് 90 days forward rate എന്ന് പറയും. 90 days forward rate. അപ്പൊ നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രീമിയം ഡിസ്കൗണ്ട് വിൽ ബി ഫോർ 90 days ഇൻറ്റു 365 by 90 എടുക്കുക. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്താൽ അതിനെ ബ്രാക്കറ്റ് ഇട്ട്. ഇപ്പൊ നേരത്തെ എക്സാമ്പിളില് ഞാൻ പറഞ്ഞത് സ്പോട്ട് റേറ്റ് $1 rupees 64 പറഞ്ഞത്. $1 rupees 64. 1 year forward rate ഇത് സ്പോട്ട് റേറ്റ്. ഫോർവേഡ് റേറ്റ് 1 year rupees 64.6. FR greater than SR. LHC at premium. LHC at premium. ഈ പഠിക്കാനുള്ള എളുപ്പത്തിലാണ് ലെഫ്റ്റ് സൈഡ് കറൻസി എന്നൊക്കെ പറയാം. ലെഫ്റ്റ് ഹാൻഡ് കറൻസി ഞാൻ പറഞ്ഞിരിക്കുന്നത്. LHC at premium. ഞാൻ പ്രീമിയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? FR is 64.6. FR is 64.6 minus SR is 64 divided by 64 into 100. ഇവിടെ ഇൻറ്റു 100 എടുത്താണ്, കാരണം 1 year ആണ്. 1 year തന്നെ പറഞ്ഞേക്കും. ഇപ്പൊ ഇവിടെ 6 months എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇൻറ്റു 12 by 6 എടുക്കണം. ഇൻറ്റു 12 by 6. This will be the premium. ഇതായിരിക്കും പ്രീമിയം. This will be the premium, rate of premium. 0.6 divided by 64. 0.9375% അല്ലേ? ശരിയല്ലേ? Yes, sir. 0.9375%. ഇനി സപ്പോസ് ഹാഡ് ദിസ് ബീൻ, ഇപ്പൊ ഇത് 6 months ആയിരുന്നു വെച്ചോളൂ. സപ്പോസ് ഇത് 6 months ആയിരുന്നു. ഫോർവേഡ് റേറ്റ് ഓഫ് 6 months ആയിരുന്നെങ്കിൽ അത് 0.9375 ഇൻറ്റു 12 by 6 കൂടി നമ്മൾ എടുക്കും. 12 by 6 ഇൻറ്റു 12 by 6. ഹാഡ് ദിസ് ബീൻ ഫോർ 6 months. 6 months ഫോർവേഡ് റേറ്റ് ആയിരുന്നെങ്കിൽ ഈ 9375 ഇൻറ്റു 6 by 12 കൂടി 12 by 6 കൂടി 12 by 6 കൂടെ എടുക്കാം. Then it will become 1.875% per annum. ശരിയാണ് തോന്നുന്നു.
Okay. അപ്പൊ ഈ 0.937 പ്രീമിയം. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ യു എസ് ഇസ് ലെസ്. Interest rate in US is less by this value, this percentage. Interest rate in US is less by 0.9375%. കാരണം അതുകൊണ്ടാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർവേഡ് റേറ്റ് ഈ പ്രീമിയം വിച്ച് ഇസ് അനലൈസ്ഡ് പ്രീമിയം, ആ പ്രീമിയം അല്ലെങ്കിൽ ഡിസ്കൗണ്ട് അത് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പ്രീമിയം അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ദാറ്റ് ഇസ് ആക്ച്വലി ദാറ്റ് റെപ്രസെന്റ്സ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു കൺട്രീസ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് റേറ്റിലുള്ള ഡിഫറൻസ്. ഒരു രാജ്യത്തെ കറൻസി പ്രീമിയം ആണെങ്കിൽ ആ രാജ്യത്തെ ഇൻട്രസ്റ്റ് കുറവാണ് എന്നാണ്. അപ്പൊ ഈ പ്രീമിയം അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വെൻ യു കാൽക്കുലേറ്റ് ഇൻ പെർസെന്റേജ് that represents interest rate difference, approximate value on top. This represents interest rate difference in two countries. But this is the meaning of the premium. A premium and a discount represents interest rate difference in two countries. അങ്ങനെ വരുമ്പോൾ US interest rate less by this percentage. ഈ പെർസെന്റേജ് കുറവായിരിക്കും യു എസിലെ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ ഈ പ്രീമിയം അല്ലെങ്കിൽ ഡിസ്കൗണ്ട് നമ്മൾ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന് മറ്റൊരു മീനിങ് കൂടി ഉണ്ട്. ദാറ്റ് റെപ്രസെന്റ്സ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു കൺട്രീസ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറൻസിനെ കൂടിയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നോട്ട് കൂടെ എഴുതാനുള്ള സാവകാശത്തിലാണ് പറയുന്നത്. നിങ്ങൾ വേണ്ട നിങ്ങൾക്ക് പോയിന്റ്സ് നിങ്ങൾ എഴുതേണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇതിന്റെ കൂടെ കവർ ചെയ്യുന്ന തിയറിയും കൂടിയാണ് കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് അടുത്ത് ബ്രോക്കൺ പീരിയഡ് ഫോർവേഡ് റേറ്റ് കൺസെപ്റ്റ്. ബ്രോക്കൺ പീരിയഡ് ഫോർവേഡ് റേറ്റ് കൺസെപ്റ്റ്. Broken period forward rate. Broken period forward rate. Suppose നമുക്ക് നിങ്ങൾ 2024 പരീക്ഷ എഴുതും. Suppose on 1/1/2024 on 1/1/2024 spot rate $1 is equal to rupees 70. Spot rate $1 is rupees 70. Spot rate. Forward margin for 2 months. Forward margin for 2 months. 2 months regular forward margin say 30 paise. Forward margin വന്നിരിക്കുന്നത് 30 എന്ന് മാത്രമേ പറഞ്ഞു. Forward margin is 30. Forward margin is 30. അപ്പൊ 30 എന്ന് പറയുന്നത് 2 ഡെസിമലിനാണ് ഉദ്ദേശിക്കുന്നത്. 30 എന്ന് പറയുന്നത് 2 ഡെസിമലിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെ വരുമ്പോ 2 months forward rate എന്നാണ് പറയുക. അപ്പൊ 2 months forward rate എന്ന് പറയുമ്പോൾ that will be 29/2/2024. 29/2/2024 forward rate is equal to 70.3. 70.3. പ്രീമിയം എന്നുള്ള assumption ആണ് പ്രീമിയം. Forward margin premium 30 or 70.3. I'm taking that as 70.3. Okay. It is very well known that the forward rate for
forward rate on 29th February will be definitely 70.3. 70.3 ആയിരിക്കും 29th February forward rate. കാരണം for spot rate on 1st January 70 ആണ്. Forward margin for 2 months 30 ആണ്. So on 29 to 24 the forward rate is 70.3, no doubt. അപ്പോ ഞാനൊരു എക്സ്പോർട്ടർ ആണ്. I am an exporter. If I want to enter into forward rate, I am an exporter, I want to enter into forward rate. If my export proceeds is going to be realized on 29th February, and export proceeds realized on 29th February, this forward rate is very much relevant. This forward rate is relevant because forward contract entry. There is no issue, and this will be the forward rate because forward rate 2 months like. But this forward rate is very much relevant. But this forward rate will be relevant only if my requirement is on 29th February. 29th February can enter requirement the forward rate relevant. But now export on the export procedure release on 29th February can definitely keep contract relevant. E rate relevant. But just imagine a situation. Where my export proceeds are going to be realized on 21st February. And export proceeds release on 21st February. Now this exchange rate will not be relevant because this is a forward rate which will be fixed for 29th February. And I want to know a forward rate. I want to know a forward rate for 21st February. Up in export realization 21st February, this forward rate will not be relevant. Up in such cases, I want to know what will be the broken period forward rate. I want to know what is the broken period forward rate. A broken period forward rate will be the forward rate for a period before original due date. Original due date is 29th February. A broken period means any day before that original date. End export realization 21st February forward rate on I want to know forward rate for 21st February. But forward quotes are available only for 29th February. So I want to know forward rate for a period before this maturity date. This maturity date period like forward rate. And that forward rate will be called forward rate for the broken period. Otherwise, broken period forward rate. Broken period forward rate. So forward rate for date before. Forward rate for date before original due date is equal to broken period forward rate. That is broken period forward rate. That's about broken period forward rate. That is broken period forward rate. Okay now. But how do you calculate this broken period forward? The broken period forward rate I'm going to calculate it. How will you calculate this broken period forward rate? A broken period forward rate I'm going to calculate in the see, what is the forward margin? 30 and margin. 30 is the forward margin. 30 into 1st January 24 on 1st January 24 and 24 January 30 days in the February 2024 February on the leap year on 29 days now, but total 59 days. If 59 days like a forward margin on 30, 15 days like a 30 forward margin on 30. Any event of the 21st February 2024. E date forward date and event 21st February 24 like a forward rate and event. Apo 21st February 2024 in the variable
How many days will be there? These are 3 days, 30, January 30, February 21. Total 51 days. So 30 into 51 days divided by 59 days. There is broken period forward margin. This will be broken period forward margin. That will be broken period forward margin. So 30 into 51 divided by 59. Okay. 25. 25. Now it is 25.93. Now it is 25.93. 25.93. പിന്നെ ഇവിടെ 2 ഡെസിമൽ ആയിട്ടാണ് ഫോർവേഡ് മാർജിൻ തന്നിരിക്കുന്നത്. അപ്പൊ 25.93 ഞാൻ എന്ത് ചെയ്തു? Or 26 ആയിട്ട് എടുത്തു. Or I am taking as 26. Okay. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഫോർവേഡ് മാർജിൻ 2 ഡിജിറ്റ് ആയതുകൊണ്ട് ഈ 25.93 ഞാൻ 26 ആയിട്ട് എടുക്കും. So അപ്പോ forward margin for the broken period is 26. Forward margin for the broken period is 26. അപ്പോ അങ്ങനെ വരുമ്പോ 21 to 2024 forward rate is equal to $1 is equal to 70.26. 70.26. 70.26. Is it okay? Okay ആണോ? Yes, sir. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? Shall I move? കേൾക്കുന്ന റെസ്പോൺസ് അറ്റ്ലീസ്റ്റ് മെസ്സേജെങ്കിലും ചെയ്യൂ. എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. Yes, sir. എനിക്ക് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബേസിക് ആയിട്ട് ഒരു കൺസെപ്റ്റ് ഉണ്ട്. ദർ ഇസ് എ ബേസിക് കൺസെപ്റ്റ് ദാറ്റ് ഇസ് നമ്മുടെ നമ്മുടെ റിസീവബിൾസും പേയബിൾസും എല്ലാം ഫോറിൻ കറൻസിയിലാണെന്നുള്ള അസംഷനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വാട്ട് ഇസ് ദ ഇമ്പാക്ട് ഓഫ് ഫോറിൻ കറൻസി ഫ്ലക്ച്വേഷൻ ഓർ വാട്ട് ഇസ് ദ ഇമ്പാക്ട് ഓഫ് കറൻസി ഫ്ലക്ച്വേഷൻ? വാട്ട് ഇസ് ദ ഇമ്പാക്ട് ഓഫ് കറൻസി ഫ്ലക്ച്വേഷൻ ഓൺ us? നമ്മുടെ മേലെ ഈ കറൻസി ഫ്ലക്ച്വേഷന്റെ ഇമ്പാക്ട് എന്തായിരിക്കും? നമുക്ക് നോക്കാം. എക്സ്പോർട്ടിന്റെ പെർസ്പെക്റ്റീവ്, എക്സ്പോർട്ടർ from the point of view of the exporter perspective. As far as exporter is concerned, when the foreign currency strengthens, it is advantageous for him. Pullike advantages are that is strengthening of foreign currency is advantageous for him. If foreign currency is at premium, that is advantageous for the exporter. The exporter ke advantages are. Karanam endanu vechal foreign currency at premium ennu parayumbol adinte mattoru version tharikum home currency athava domestic currency is at a discount. Domestic currency is at a discount. Appo foreign currency premium represents domestic currency at a discount.
അത് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പോർട്ടർക്ക് അഡ്വാൻറ്റേജ് ആണ്. എക്സ്പോർട്ടർക്ക് അത് അഡ്വാൻറ്റേജ് ആണ്. വൈ ഈസ് ഇറ്റ് അഡ്വാൻറ്റേജസ് ഫോർ ഹിം? അത് നമുക്ക് നോക്കാം. ടുഡേ ഐ എം എക്സ്പോർട്ടിംഗ് goods to US. ലേക്ക് എക്സ്പോർട്ട് നടത്തുക. എക്സ്പോർട്ട് വാല്യൂ $1 lakh. $1 lakh. $1 lakh. Export value is $1 lakh. Today I'm exporting. ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ്, today's exchange rate, $1 is equal to ₹70. ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ്. അപ്പൊ ഇന്നത്തെ സിനാരിയോയില് when I convert into rupee value, I have exported goods worth ₹70 lakhs. 70 lakhs goods ആണ് ഞാൻ എക്സ്പോർട്ട് ചെയ്തത്. 70 lakhs goods ആണ് ഞാൻ എക്സ്പോർട്ട് ചെയ്തത്. Based on today's exchange rate. Suppose this dollar value is going to appreciate. And dollar value is going to appreciate, and the dollar is going to be at a premium. Dollar premium. Dollars appreciate means dollar is at a premium. Dollar premium. Dollar premium naturally rupee discount. അപ്പൊ നാളെ എക്സ്ചേഞ്ച് റേറ്റ് ഇങ്ങനെ വരും. $1 is equal to rupees 70.4. അപ്പൊ ഞാൻ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്തു. റിയലൈസേഷൻ ആണ് ലേറ്റർ ഡേറ്റ് ആണ്. ആഫ്റ്റർ 1 month ആണ് റിയലൈസേഷൻ. അപ്പൊ ഒരു മാസം കഴിഞ്ഞപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് $1 is equal to rupees 70.4. അപ്പൊ when you compare the spot rate and the possible future rate, spot rate possible future rate നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം വെച്ചാല് ഡോളർ ഈസ് അറ്റ് പ്രീമിയം. ഡോളർ പ്രീമിയത്തിലാണ്. കാരണം ഇപ്പോൾ 70 ആണ്, നാളെ $1 is equal to 70.4 വരാം. which means dollar is at a premium. ഡോളർ പ്രീമിയത്തിലാണ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് മീനിങ് ഇസ് ദാറ്റ് ഡോളർ ഈസ് അപ്രീഷിയേറ്റിംഗ്. ഇന്ന് 70 rupees കൊടുത്താൽ $1 കിട്ടും, നാളെ 70.4 കൊടുത്താൽ $1 കിട്ടും. അപ്പൊ ഡോളർ ഇസ് അപ്രീഷിയേറ്റിംഗ്. അപ്പോൾ പ്രീമിയം റെപ്രസെന്റ് അപ്രീസിയേഷൻ ഓഫ് ദാറ്റ് കറൻസി. But dollar appreciating means അതിന്റെ മറ്റൊരു version എന്ന് പറയുന്നത് rupee is depreciating. No doubt. Rupee depreciate. Rupee depreciate. അപ്പൊ ഞാൻ ഇന്ത്യക്കാരനാണ്. ഐ എം പേഴ്സണലി ഇൻ ഇന്ത്യ. എന്നെ സംബന്ധിച്ചിടത്തോളം റുപ്പി ഡിപ്രീഷിയേറ്റ് നല്ലതാണ്. ഹോം കറൻസി ഡിപ്രീസിയേഷൻ അഡ്വാൻറ്റേജസ് അഥവാ ഫോറിൻ കറൻസി അപ്രീഷിയേറ്റിംഗ് ഇസ് അഡ്വാൻറ്റേജസ്. ഫോറിൻ കറൻസി അപ്രീഷിയേറ്റിംഗ് അഥവാ ഹോം കറൻസി ഡിപ്രീഷിയേറ്റിംഗ് ഇസ് അഡ്വാൻറ്റേജസ് ഫോർ മീ. എന്തുകൊണ്ട് അഡ്വാൻറ്റേജസ്? ഇപ്പൊ ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഐ എം എക്സ്പോർട്ടിംഗ് ഗുഡ്സ് വർത്ത് $1 lakh. പ്രസന്റ് വാല്യൂ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്റെ വാല്യൂ ₹70 lakhs. പക്ഷെ റിയലൈസേഷൻ സമയത്ത് എക്സ്ചേഞ്ച് റേറ്റ് എത്രയായി? $1 ₹70.4 ആയി. വിച്ച് മീൻസ് അറ്റ് ദ ടൈം ഓഫ് റിയലൈസേഷൻ ഐ വിൽ ബി റിയലൈസിംഗ് 70.4 lakh. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 70 lakhs ആയിരുന്നു എക്സ്പോർട്ട് വാല്യൂ. എക്സ്പോർട്ട് വാല്യൂ വാസ് ₹70 lakhs. But at the time of realization it became 70.4 lakhs. 70.4 lakhs ആയി. 70.4 lakh is the realization, which means I have realized more than my expectation. In the expectation 70 lakhs നേക്കാൾ കൂടുതൽ ഞാൻ realize ചെയ്തു 70.4 lakhs. I have realized more than my expectation. And the expectation നേക്കാൾ കൂടുതൽ എനിക്ക് realize ചെയ്യാൻ പറ്റും. I have realized more. അപ്പോ ഫോറിൻ കറൻസി അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഫോറിൻ കറൻസി പ്രീമിയം അഥവാ ഹോം കറൻസി ഡിസ്കൗണ്ട് ഈസ് അഡ്വാൻറ്റേജസ് ഫോർ ദി എക്സ്പോർട്ടർ. എക്സ്പോർട്ടർക്ക് അഡ്വാൻറ്റേജസ് ആണ്. അതേസമയം ഫോറിൻ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നു അഥവാ ഹോം കറൻസി അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അത് എക്സ്പോർട്ടർക്ക് ഡിസഡ്വാൻറ്റേജ് ആണ്. ഇറ്റ് ഇസ് ഡിസഡ്വാൻറ്റേജ് ഫോർ ദ എക്സ്പോർട്ടർ. അപ്പൊ എക്സ്പോർട്ടർ ഓൾവേസ് want his home currency to depreciate. നമുക്കൊരു അപ്രീസിയേഷൻ വരുന്ന സിറ്റുവേഷൻ നോക്കാം.
$1 is equal to rupees 70. Now, $1 is equal to rupees 69.5 ആയി എന്ന് വിചാരിക്കും. $1 is equal to rupees 69.5 ആയി. $1 is equal to rupees 69.5. $1 is equal to rupees 69.5. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഡോളേഴ്സ് ഡിപ്രീഷിയേറ്റിംഗ്, ഡോളേഴ്സ് അറ്റ് ഡിസ്കൗണ്ട്. ഇന്നിപ്പോ $1.70 എന്നുള്ള നാളെ $1 is equal to 69.5. അത് വാല്യൂ ഓഫ് ഡോളർ. അപ്പൊ ഇപ്പൊ എന്ത് സംഭവിച്ചു? വാല്യൂ ഓഫ് ഡോളേഴ്സ് റെഡ്യൂസിങ്, വാല്യൂ ഓഫ് ഡോളേഴ്സ് റെഡ്യൂസിങ്. അപ്പൊ ഡോളർ ഡിസ്കൗണ്ട് ആണ്. ഇപ്പൊ സ്പോട്ട് റേറ്റ് 70, ഫ്യൂച്ചറിൽ ഇനി വരാൻ പോകുന്നത് 69.5 ആണ്. ഡോളേഴ്സ് റെഡ്യൂസ്, ഡോളർ ഈസ് ഡിപ്രീഷിയേറ്റിംഗ്, ഡോളർ ഡിപ്രീഷിയേറ്റ് ചെയ്യണം. അതായത് ഡോളേഴ്സ് അറ്റ് ഡിസ്കൗണ്ട്. അപ്പൊ ഡോളേഴ്സ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ഡോളേഴ്സ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? റുപ്പി ഈസ് അപ്രീഷിയേറ്റിംഗ്, റുപ്പി ഈസ് അറ്റ് പ്രീമിയം. Rupees at premium means rupees appreciating. Home currency appreciation exporter ke eppozhum disadvantage ആണ്. എന്തുകൊണ്ടാണ്? ഇയാൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 70 lakhs വാല്യൂ ഉണ്ടായിരുന്നു ഇയാളുടെ എക്സ്പോർട്ടിന്. Now realization ആയപ്പോൾ അയാൾക്ക് എത്ര റിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ? He can realize only $1 lakh into rupees 69. Rupees 69.5 റിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. Which means he will realize only 69,50,000 പുള്ളിക്ക് റിലൈസ് ചെയ്യാൻ പറ്റും. He can realize only 69,50,000. As far as exporter is concerned, this appreciation of his currency is disadvantages for him. Appo exporter ku ayalde rajyathe currency appreciate cheyna disadvantage ആണ്. As an exporter ku ayalde rajyathe currency depreciate cheyal advantage ആണ്. Okay, so that is the impact of appreciation or depreciation on an exporter. Exporter always want foreign currency to appreciate, because appreciation of foreign currency will be advantages for him. Exporter appreciation of foreign currency will be advantages for him. The exporter ന്റെ കാര്യം. Import. ഇനി ഇമ്പോർട്ടർ സിറ്റുവേഷൻ നേരെ തിരിച്ചാണ്. സപ്പോസ് ഐ ഹാവ് ഇമ്പോർട്ടഡ് എ പ്ലാന്റ് മെഷീനറി. ഞാൻ പ്ലാന്റ് മെഷീനറി ഇമ്പോർട്ട് ചെയ്തു. വാല്യൂ പ്ലാന്റ് മെഷീനറി is $1 lakh. $1 lakh വാല്യൂ പ്ലാന്റ് മെഷീനറി. ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് വെച്ച് rupees 70 ആണ്. അപ്പോ പ്ലാന്റ് മെഷീനറി ഇന്നത്തെ വാല്യൂ. അപ്പോ ഇന്നത്തെ എന്താ കമ്മിറ്റ്മെന്റ്? 70 lakhs ആണ്. മൈ കമ്മിറ്റ്മെന്റ് is 70 lakhs. $1 lakh പേ ചെയ്യണം. അപ്പൊ ഇന്നത്തെ റേറ്റ് അനുസരിച്ച് നോക്കുമ്പോൾ 70 lakh rupees ഉണ്ടെങ്കിലാണ് that $1 lakh commitment is equal to rupees 70 lakhs commitment. 70 lakh commitment ആണ്. നാളെ എക്സ്ചേഞ്ച് റേറ്റ് $1 is equal to rupees 70.5 ആയി വെച്ചു. $1 rupees 70.5 ആയി. എന്റെ കമ്മിറ്റ്മെന്റ് അപ്പൊ എന്ത് സംഭവിച്ചു? The rupee value is depreciating. Rupee depreciate ചെയ്യാണ്. അഥവാ foreign currency appreciate ചെയ്യാണ്. Foreign currency is appreciating. When foreign currency is appreciating, what happens? My commitment value is rupees 70.5 lakh item. My commitment value will become 70.5 lakh item. കാരണം എന്താണ്? ഞാൻ നാളെ കൊടുക്കേണ്ട $1 lakh ആണ് കൊടുക്കേണ്ടത്. ഈ $1 lakh കൊടുക്കണമെങ്കിൽ എന്റെ 70,50,000 rupees ഉണ്ടെങ്കിലേ when I convert that into dollar it will become 1 lakh. So അപ്പോ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്തു അഥവാ ഫോറിൻ കറൻസി my commitment value will increase 70.5 lakh rupees. This is my commitment. Apo for the importer, foreign currency appreciation is disadvantages. Importer ka foreign currency appreciation disadvantages. Foreign currency appreciation is disadvantages. And foreign currency appreciation means home currency is depreciating. When home currency depreciate, more home currency is required to meet his commitment.
നമ്മുടെ ബേസിക് കൺസെപ്റ്റ് എപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിസീവബിൾസും പേബിൾസും എപ്പോഴും ഫോറിൻ കറൻസിയിലായിരിക്കും. അത് സെറ്റിൽ ചെയ്യേണ്ട എപ്പോഴും ഫോറിൻ കറൻസിയിലാണ് സെറ്റിൽ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഹോം കറൻസി ഉണ്ടെങ്കിലേ ആ കമ്മിറ്റ്മെന്റ് മീറ്റ് ചെയ്യും. $1 lakh എന്ന കമ്മിറ്റ്മെന്റ് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. So for the importer, depreciation of home currency, അഥവാ appreciation of foreign currency is disadvantages for the importer. അതേസമയം let us take a case where the home currency is foreign currency depreciate, അഥവാ home currency is appreciating. നാളത്തെ എക്സ്ചേഞ്ച് റേറ്റ് $1 is equal to rupees 69.5. $1 rupees 69.5. He will be happy. Fully happy. He will be happy. Importer സന്തോഷമാണ്. കാരണം next time here the foreign currency is depreciating. Foreign currency has depreciated. Foreign currency has depreciated. When foreign currency depreciates, his commitment also got reduced. Commitment കുറഞ്ഞു. ഇനി എന്താണ്? ഇയാളെ 1 lakh കമ്മിറ്റ്മെന്റ് മീറ്റ് ചെയ്യാൻ he require only 69,50,000 rupees. 69.50 lakh. ഇത്രയുണ്ടെങ്കിൽ പുള്ളിയുടെ 1 lakh കമ്മിറ്റ്മെന്റ് മീറ്റ് ചെയ്യാം. അപ്പൊ അപ്രിസിയേഷൻ ഓഫ് ഹോം കറൻസി അഥവാ ഡിപ്രിസിയേഷൻ ഓഫ് ഫോറിൻ കറൻസി ഈസ് അഡ്വാൻറ്റേജസ് ഫോർ ദ ഇമ്പോർട്ടർ. ഇമ്പോർട്ടർക്ക് അത് അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, Yes, sir. ഇനി whenever there is a buy and sell of currency, banker will charge an exchange margin. ബാങ്കറിന് ഒരു എക്സ്ചേഞ്ച് മാർജിൻ ഉണ്ടാവും, അതാ കമ്മീഷൻ. ബാങ്ക് വിൽ ഓൾവേസ് റീറ്റെയിൻ എ മാർജിൻ, ബാങ്കേഴ്സ് മാർജിൻ അഥവാ എക്സ്ചേഞ്ച് മാർജിൻ ഉണ്ടാവും. ദിസ് ഇസ് ആക്ച്വലി കമ്മീഷൻ. ബാങ്കർക്കുള്ള ഒരു കമ്മീഷനാണ് എക്സ്ചേഞ്ച് മാർജിൻ. അപ്പൊ ബിഡ് റേറ്റ് ആണെങ്കിൽ ശരി, ആസ്ക് റേറ്റ് ആണെങ്കിൽ ശരി, there will be an exchange margin. The exchange margin treatment, what is the treatment of this exchange margin? Suppose നമുക്കൊരു കോട്ട് തരാം. അപ്പോ I want to buy dollars. എനിക്ക് ഡോളേഴ്സ് മേടിക്കണം. I want to buy dollars. അപ്പൊ ഡോളേഴ്സ് മേടിക്കാൻ വേണ്ടി ഞാൻ ബാങ്കിൽ ചെല്ലാണ്. അപ്പൊ ബാങ്കിനോട് ഞാൻ കോട്ട് വയ്ക്കണം. ബാങ്കുകാരൻ കോട്ട് പറയണം $1 is equal to rupees 70-70.5. ബാങ്ക് പറയുന്ന കോട്ട് ഇതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, exchange, is there any exchange margin? ഉടനെ ബാങ്ക് പറയുന്നത് exchange margin is say 0.1%. Exchange margin 0.1%. Exchange margin 0.1%. This is exchange margin. What is the impact of this exchange margin on exchange rate? The exchange margin impact, what is its impact on the exchange rate? Or how do you adjust exchange margin to exchange rate? അപ്പൊ നമുക്കാണെങ്കിൽ നമുക്ക് ഈ എഫക്റ്റീവ് റേറ്റിലായിരിക്കും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാം. ഇത് ബേസിക് റേറ്റ് മാത്രമാണ്. ദിസ് ഇസ് ബേസിക് റേറ്റ്. ഇഫ് ദർ ഇസ് എക്സ്ചേഞ്ച് റേറ്റ്, വി വിൽ ഹാവ് എൻ എഫക്റ്റീവ് റേറ്റ് അഥവാ കോൺട്രാക്റ്റഡ് റേറ്റ് നമുക്ക് ഉണ്ടാവും. And based on this, from this basic to this basic rate, you will adjust exchange margin. ഈ ബേസിക് റേറ്റിനോട് നിങ്ങൾ എക്സ്ചേഞ്ച് മാർജിൻ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ എഫക്റ്റീവ് റേറ്റ് അഥവാ കോൺട്രാക്റ്റഡ് റേറ്റിലേക്ക് നമ്മൾ എത്തും. എഫക്റ്റീവ് റേറ്റ് അഥവാ കോൺട്രാക്റ്റഡ് റേറ്റ്. അപ്പൊ കോൺട്രാക്റ്റഡ് റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ദാറ്റ് ഇസ് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് മാർജിൻ ഇഫ് എനി, എക്സ്ചേഞ്ച് മാർജിൻ ഇഫ് എനി. Effective margin or contracted margin means exchange margin after adjusting
exchange rate after adjusting exchange margin. Exchange margin കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള റേറ്റ് എക്സ്ചേഞ്ച് റേറ്റ് ആണ് എഫക്റ്റീവ് റേറ്റ് അഥവാ കോൺട്രാക്റ്റഡ് റേറ്റ്. അപ്പൊ ഇനി എക്സ്ചേഞ്ച് മാർജിൻ നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം? 0.1% എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി. എക്സ്ചേഞ്ച് മാർജിൻ ഈസ് 70-70.5. ഇനി 70യുടെ 0.1%. 70 into 0.1%. 70 into 0.1% is equal to 0.07. 0.07 dash. 70.5 into 0.1%. 0.0705. 0.0705. അപ്പൊ ഇതാണ് എക്സ്ചേഞ്ച് മാർജിൻ. ഈ എക്സ്ചേഞ്ച് മാർജിൻ നമ്മൾ എന്ത് ചെയ്യണം? അത് ആഡ് ആണോ ചെയ്യേണ്ടത്, ലെസ് ആണോ ചെയ്യേണ്ടത്? അതാണ് അവിടുത്തെ ഇഷ്യൂ. നമ്മൾ എക്സ്ചേഞ്ച് മാർജിനെ പറ്റി ചിന്തിക്കേണ്ട കൺസെപ്റ്റ് എന്താണ്? ഈ എക്സ്ചേഞ്ച് മാർജിൻ എന്താണ്? ദിസ് എക്സ്ചേഞ്ച് മാർജിൻ ഷുഡ് ബി ഇൻകം ഫോർ ദ ബാങ്കർ, അല്ലെങ്കിൽ ഫോറക്സ് ഡീലറുടെ ഇൻകം ആണ് ഇത്. ഫോറക്സ് ഡീലറുടെ ഇൻകം ആണ് എക്സ്ചേഞ്ച് മാർജിൻ. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ ഇപ്പോ ബാങ്കിൽ ചെല്ലുകയാണ്. ഐ എം ഗോയിങ് ടു ബാങ്ക്. ഐ വോണ്ട് ടു ബൈ ആദ്യം ഞാൻ എക്സൽ എടുക്കാം. ഐ വോണ്ട് ടു സെൽ ഡോളേഴ്സ്. എനിക്ക് ഡോളർ വിൽക്കണം. ഐ വോണ്ട് ടു സെൽ ഡോളർ. ഈ ഡോളർ വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാങ്കിൽ പോകണം. ഡോളർ വിൽക്കണം, അതിന് വേണ്ടിയിട്ട് ഞാൻ ബാങ്കിൽ പോകണം. അപ്പൊ എനിക്ക് കോട്ട് തന്നു 70-70.5. അപ്പൊ ഐ വോണ്ട് ടു സെൽ ഡോളർ ആണ്. ഐ വോണ്ട് ടു സെൽ ലെഫ്റ്റ് ഹാൻഡ് കറൻസി. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ഡോളർ ആണ്. അപ്പൊ ഇതാണ് കോട്ട് എടുക്കുന്നത്. ഐ വോണ്ട് ടു സെൽ ഡോളർ. എനിക്ക് ഡോളർ വിൽക്കണം. ഐ വോണ്ട് ടു സെൽ ഡോളർ. അപ്പൊ ഐ വോണ്ട് ടു സെൽ ഡോളർ മീൻസ് ബാങ്കർ വിൽ ബൈ ഡോളർ. ഐ വോണ്ട് ടു സെൽ ഡോളർ മീൻസ് ബാങ്കർ വിൽ ബൈ ഡോളർ. കാരണം ഐ സെൽ മീൻസ് ബാങ്കർ ബൈ. So the relevant rate applicable will be bid rate. Bid rate എനിക്ക് applicable. കാരണം bid rate is a rate at which bank will buy LHC. ബാങ്ക് LHC എന്ത് റേറ്റിലാണ് മേടിക്കുന്നത്? അതാണ് ബിഡ് റേറ്റ് 70. ബാങ്ക് അപ്പൊ ഞാൻ സെല്ല് ചെയ്യുമ്പോഴാണ് ബാങ്ക് ബൈ ചെയ്യുന്നത്. സോ ഐ സെൽ, ബാങ്ക് ബൈ. അപ്പോ ഐ വിൽ ബി സെല്ലിംഗ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കറൻസി ആയ ഡോളർ ഫോർ 70 ആണ് എന്റെ സെല്ലിംഗ് പ്രൈസ്. അപ്പൊ ലെറ്റ് us imagine there is no exchange margin. എക്സ്ചേഞ്ച് മാർജിൻ ഇല്ലെങ്കിൽ when I sell $1, banker will buy $1 for ₹70, which means banker will give me ₹70. ബാങ്കർ എനിക്ക് 70 rupees എനിക്ക് തരും. അപ്പൊ നാച്ചുറൽ വാട്ട് ഹാപ്പൻസ് വെൻ ദർ ഇസ് എക്സ്ചേഞ്ച് മാർജിൻ? അപ്പൊ എക്സ്ചേഞ്ച് മാർജിൻ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എക്സ്ചേഞ്ച് മാർജിനും ബാങ്കറിന്റെ ഇൻകം ആണ്. അപ്പൊ എക്സ്ചേഞ്ച് മാർജിൻ ഉണ്ടെങ്കിൽ ബാങ്കർ എന്താ ചെയ്യുക? ആ എക്സ്ചേഞ്ച് മാർജിൻ കുറച്ചിട്ടായിരിക്കും എനിക്ക് തരിക ബിഡ് റേറ്റില്. കാരണം അപ്പൊ 70 നിന്നും 0.07 കുറച്ചേ തരുള്ളൂ. കാരണം 70 0.07 കുറച്ചാലാണ് ബാങ്കിന് ഇൻകം കിട്ടുള്ളൂ. അപ്പൊ എക്സ്ചേഞ്ച് മാർജിൻ ഇല്ലെങ്കിൽ എനിക്ക് 70 കിട്ടും. എക്സ്ചേഞ്ച് മാർജിൻ ഉണ്ടെങ്കിൽ എനിക്ക് 70 പോലും കിട്ടില്ല. അതിനേക്കാൾ കുറച്ച് എമൗണ്ടേ കിട്ടുള്ളൂ. അപ്പൊ ബിഡ് റേറ്റ്, ഇഫ് ദർ ഇസ് ബിഡ് റേറ്റ് ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് മാർജിൻ ഷുഡ് ബി റെഡ്യൂസ്ഡ് ആണ്. ബിഡ് റേറ്റ് ആണെങ്കിൽ എക്സ്ചേഞ്ച് മാർജിൻ ഷുഡ് ബി റെഡ്യൂസ്ഡ്. കാരണം ഇഫ് ദർ ഇസ് നോ എക്സ്ചേഞ്ച് മാർജിൻ, ബാങ്ക് വിൽ ബൈ അറ്റ് എക്സ്ചേഞ്ച് മാർജിൻ. ഇത്ര ആലോചിക്കുക, വാട്ട് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് എക്സ്ചേഞ്ച് മാർജിൻ? എക്സ്ചേഞ്ച് മാർജിൻ ഇസ് ഇൻകം ഫോർ ദ ബാങ്കർ. ബാങ്കർക്ക് അത് ഇൻകം ആയിട്ട് കിട്ടും. ബിഡ് റേറ്റ് ഇസ് റേറ്റ് അറ്റ് വിച്ച് ബാങ്ക് വിൽ ബൈ. അപ്പൊ എക്സ്ചേഞ്ച് മാർജിൻ ഇല്ലെങ്കിൽ ബാങ്ക് 70 rupees മേടിക്കും. അപ്പൊ എക്സ്ചേഞ്ച് മാർജിൻ ഉണ്ടെങ്കിൽ അത് ബാങ്കർക്ക് അത് ഇൻകം ആകണമെങ്കിൽ ബാങ്ക് 70യേക്കാൾ കുറഞ്ഞ റേറ്റിൽ വേണം മേടിക്കണം. എങ്കിലേ ഇൻകം ആവുള്ളൂ ബാങ്കിന്. അപ്പോ നാച്ചുറലി ബാങ്ക് വിൽ ബൈ അറ്റ് എ റേറ്റ് വിച്ച് ഇസ് ലെസ് ദാൻ ദ ബേസിക് റേറ്റ്. ബേസിക് റേറ്റിനേക്കാൾ കുറഞ്ഞ റേറ്റിലേക്ക് മേടിക്കുക. ആ ഡിഫറൻസ് എക്സ്ചേഞ്ച് മാർജിൻ ആയിരിക്കും. അപ്പൊ ബാങ്ക് വിൽ ബൈ അറ്റ് 69.93. Bank will buy at 69.93.
ആ 69.93 മേടിച്ചാൽ ബാങ്കിന് ആ 0.07 ഇൻകം ആയിട്ട് മാറും. ഈസ് ഇറ്റ് ക്ലിയർ? ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്, അതുകൊണ്ട് ക്ലിയർ ആയോ ഇത്? ഈസ് ദിസ് ക്ലിയർ? Yes, sir. Exchange, what is the effect of exchange margin on bid rate? Exchange margin will be reduced from bid rate. Why? Bid rate is rate at which bank will buy LHC. ബാങ്ക് മേടിക്കുന്ന റേറ്റ് ആണ് ബിഡ് റേറ്റ്. അപ്പൊ ബാങ്ക് കുറഞ്ഞ റേറ്റിൽ മേടിച്ചാൽ ബാങ്കിന് അത് ഇൻകം ആയിട്ട് വരും. ബാങ്ക് വിൽ ബൈ at 69.93. ബാങ്ക് ഞാൻ 70.07 മേടിച്ചെന്ന് പറ്റും, കോൺട്രാക്ടർ റേറ്റിനേക്കാൾ കൂടിയ റേറ്റ് മേടിച്ച പോലെ ആവില്ലേ? 70.07 മേടിച്ച കോൺട്രാക്ടർ മീൻസ് ബേസിക് റേറ്റിനേക്കാൾ കൂടിയ റേറ്റ് മേടിച്ച പോലെ ആവും. അതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ എക്സ്ചേഞ്ച് കമ്മീഷൻ ഉണ്ടെങ്കിൽ ബിഡ് റേറ്റിൽ നിന്ന് കുറയണം, കുറഞ്ഞാലേ ബാങ്കിന്റെ ഇൻകം ആവും. Then only it will become income for the bank. Then next, ask rate. Ask rate is a rate at which bank will sell LHC. ബാങ്കിന് വിൽക്കുന്ന റേറ്റ് ആണ് ആസ്ക് റേറ്റ്. ആസ്ക് റേറ്റ് at which bank will sell. അപ്പൊ എനിക്ക് കുറച്ച് ഡോളർ മേടിക്കണം. അപ്പൊ ഞാൻ ബാങ്കിൽ ചെല്ലണം. I want to buy dollar means bank will sell dollar. I buy, banker sell. Relevant rate is ask. Suppose exchange margin illa ennu vicharikkku. Bank 70.5 ന് വിൽക്കും. ബാങ്കിന് 70.5 rupees കിട്ടും. ബാങ്കിന് 70.5 rupees കിട്ടും ഒരു ഡോളർ. ഞാൻ ഒരു ഡോളർ മേടിക്കുമ്പോൾ ബാങ്ക് ആ ഒരു ഡോളർ എനിക്ക് വിൽക്കും. ബാങ്ക് എനിക്ക് 70.5 rupees കിട്ടും. അപ്പൊ എക്സ്ചേഞ്ച് മാർജിൻ വന്നാൽ എന്ത് സംഭവിക്കണം? എക്സ്ചേഞ്ച് മാർജിൻ വരുമ്പോൾ ബാങ്കിന് 70.5 കൂടുതൽ കിട്ടണം. കാരണം 70.5 is the selling price. അതുകൂടാതെ ബാങ്കിന് എക്സ്ചേഞ്ച് മാർജിൻ കിട്ടണം. അപ്പൊ ബാങ്ക് വിൽ കളക്ട് ഫ്രം മീ മോർ ദാൻ 70.5. ബാങ്കിന്റെ 70.5 കൂടുതൽ കളക്ട് ചെയ്യും. എങ്കിലേ ബാങ്കിന് 70.5 കിട്ടുള്ളൂ, അതുകൂടാതെ എക്സ്ചേഞ്ച് മാർജിനും കിട്ടുള്ളൂ. സോ ഇൻ കേസ് ഓഫ് ബിഡ് റേറ്റ്, ഇൻ കേസ് ഓഫ് ആസ്കിന്റെ കൂടെയാണെങ്കിൽ എക്സ്ചേഞ്ച് മാർജിൻ നമ്മൾ ആഡ് ചെയ്യും. 70.5703. അപ്പൊ അങ്ങനെ വരുമ്പോ effective exchange rate will be $1 is equal to rupees 69.93 dash 70.5705. $69.93-70.5705. Okay. So this is the treatment of exchange margin. This is an exchange margin treatment. So basically, exchange margin and treatment. Exchange margin will be deducted from the bid rate. Or bank will buy at even lower rate. Bank lower rate like medica. Only lower rate medica. English bank and lower rate medicine bank and commission to. Exchange margin will be added to ask rate, which means bank will sell at even more higher rate. അപ്പോൾ മേടിക്കുന്ന വിലയിൽ കുറയണം, വിൽക്കുന്ന വിലയിൽ കൂടണം. അതാണ് എക്സ്ചേഞ്ച് മാർജിന്റെ പ്രിൻസിപ്പിൾ. എങ്കിലേ ബാങ്കിന് അത് ഇൻകം ആവുകയുള്ളൂ. Then only it will become income for the bank. Okay. Now, analyzing cross quote. Analyzing cross quote.
ഇപ്പോ എനിക്കിവിടെ രണ്ട് കോട്ട് അവൈലബിൾ ആണ്. ഐ am having two quotes. $1 is equal to rupees 70. $1 is equal to rupees 70. 1 pound is equal to rupees 95. $1 is equal to rupees 70. 1 pound is equal to rupees 95. I'm interested in knowing how much I'm interested in knowing dollar per pound exchange rate. ഈ ഡോളർ ബാർ പൗണ്ട് എന്ന് പറയുമ്പോൾ ഡോളർ പെർ പൗണ്ട് എന്ന് നമ്മൾ വായിക്കാം. ഡോളർ പെർ പൗണ്ട് എന്ന് നമ്മൾ വായിക്കാം. ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് ഡോളർ പെർ പൗണ്ട് എക്സ്ചേഞ്ച് റേറ്റ്. അതായത് ഹൗ മെനി ഡോളർ പെർ പൗണ്ട് എക്സ്ചേഞ്ച് റേറ്റ് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് ഡോളർ പൗണ്ട് എക്സ്ചേഞ്ച് റേറ്റ്. ബട്ട് ഐ ഫൈൻഡ് ദാറ്റ് ദിസ് ഡോളർ ആൻഡ് പൗണ്ട് ഇസ് നോട്ട് ഡയറക്ട്ലി കോട്ടഡ് അഗേൻസ്റ്റ് ഈച്ച് അതർ. ഡോളറും പൗണ്ടും നമ്മൾ ഡയറക്ട്ലി കോട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്താണ്, ഡോളറും റുപ്പിയും തമ്മിലുള്ള കോട്ട് അവൈലബിൾ ആണ്, പൗണ്ടും റുപ്പിയും തമ്മിലുള്ള കോട്ട് അവൈലബിൾ ആണ്, പൗണ്ടും റുപ്പിയും തമ്മിലുള്ള കോട്ടും അവൈലബിൾ ആണ്. പക്ഷെ ഡോളറും പൗണ്ടും നമ്മൾ കോട്ട് അവൈലബിൾ അല്ല, ഡോളറും പൗണ്ടും നമ്മളെ കോട്ട് അവൈലബിൾ അല്ല. പക്ഷെ ഈ രണ്ട് കോട്ട് അവൈലബിൾ ആണ്. അപ്പൊ ഇവിടെ when two currencies are not directly quoted against each other, when two currencies are not directly quoted against each other, then exchange rate between that currencies can be determined using cross quote. Cross quote ഉപയോഗിച്ചിട്ട് ആ രണ്ട് കറൻസി നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ക്രോസ് കോട്ട് can be used for determining exchange rate when two currencies are not quoted against each other. അപ്പൊ ഇവിടെ ഡോളറും പൗണ്ടും നമ്മൾ കോട്ട് ചെയ്തിട്ടില്ല, പക്ഷെ ക്രോസ് കോട്ട് ഉപയോഗിച്ച് ഇവ തമ്മിലുള്ള കോട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ക്രോസ് കോട്ട് ഉപയോഗിച്ച് കണ്ടുപിടിക്കണമെങ്കിൽ നിർബന്ധമായിട്ട് വേണ്ട ഒരു ഐറ്റം ഉണ്ട്. Necessarily there should be one common currency. Necessarily there should be one common currency which is going to connect both dollar and pound. ഡോളറിനെയും പൗണ്ടിനെയും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ കറൻസി വേണം. അതായത് there should be a common currency against which both dollar as well as pound is quoted. അങ്ങനെ നോക്കുമ്പോൾ എന്താണ്, ഡോളറും പൗണ്ടും നമ്മൾ തമ്മിൽ കൊടുത്തില്ലെങ്കിലും ഡോളർ റുപ്പി കോട്ട് ഉണ്ട്, പൗണ്ട് റുപ്പി കോട്ട് ഉണ്ട്. അപ്പൊ there is a common currency against which both dollar as well as pound is directly quoted. But using the help of that common currency, you can determine this quote. E quote നമുക്ക് determine ചെയ്യാൻ പറ്റും. This quote can be determined. ഈ quote നമുക്ക് determine ചെയ്യാം. ബേസിക്കലി ക്രോസ് കോട്ട് എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ കോട്ടാണ്. അപ്പൊ ഇവിടെ ഇന്ത്യയിലെ ഇപ്പൊ ഡോളറും റുപ്പിയും തമ്മിൽ കോട്ട് ചെയ്തിട്ടുണ്ടോ, പൗണ്ട് റുപ്പിയും തമ്മിൽ കോട്ട് ചെയ്തിട്ടുണ്ടോ? പക്ഷെ ഇന്ത്യയിലെ ഒരാൾക്ക് ഡോളർ പൗണ്ട് കോട്ട് അറിയണം, ഡോളർ പൗണ്ട് കോട്ട് അറിയണം. അതൊരു ഒറ്റ വഴിയുള്ളൂ, ക്രോസ് കോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ആ ക്രോസ് കോട്ട് ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ എന്താണ്, ക്രോസ് കോട്ട് ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ ഒരു കോമൺ, ഇതിനെ കണക്ട് ചെയ്യുന്ന ഒരു കോമൺ കറൻസി അവിടെ വേണം. there should be a common currency. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കോമൺ കറൻസി ഉള്ളത് റുപ്പിയാണ്. കോമൺ കറൻസി by using the help of this common currency rupee, I can determine the exchange rate between dollar and pound. ഡോളറും പൗണ്ടും നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ മീനിങ് ഹൗ മെനി ഡോളർ പെർ പൗണ്ട് എന്നാണ്. ഇതിന്റെ മീനിങ്. ഇനി അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇൻഫോർമൽ സ്റ്റെപ്സ് ആണ്, എവിടെ എഴുതി വെച്ചിരിക്കുന്ന സ്റ്റെപ്പ് ഒന്നുമല്ല. അപ്പൊ നമുക്ക് വേണ്ടത് ഡോളർ പൗണ്ട് കോട്ടാണ്. ആ ഡോളർ പൗണ്ട് കോട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഒരു കോമൺ കറൻസികളോട് നമുക്ക് നിർബന്ധമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഡെഫിനറ്റ്ലി വി ക്യാൻ കാൽക്കുലേറ്റ്, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു കോമൺ കറൻസിയുടെ സഹായം വേണം. ആ കോമൺ കറൻസി റുപ്പി, അതും കിട്ടി. ഇനി നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ റുപ്പി എങ്ങനെ കോട്ട് ചെയ്തേക്ക് നോക്കാം. രണ്ട് കോട്ടിലും റുപ്പിയുടെ സ്റ്റാറ്റസ് എന്താ നോക്കണം. രണ്ട് കോട്ടിലും ഞാൻ നോക്കിയപ്പോ റുപ്പിയുടെ സ്റ്റാറ്റസ്
റുപ്പിയുടെ സ്റ്റാറ്റസ് റൈറ്റ് സൈഡ് ആണ്, അതായത് അതർ ദാൻ 1 ആണ്. റുപ്പിയുടെ സ്റ്റാറ്റസ് അതർ ദാൻ 1 ആണ്. രണ്ട് കോട്ടിലും റുപ്പിയുടെ സ്റ്റാറ്റസ് അതർ ദാൻ 1 ആണ്. മീൻസ് റുപ്പി റൈറ്റ് ഹാൻഡ് സൈഡിലാണ്. റുപ്പി ഈസ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ്. റുപ്പി റൈറ്റ് ഹാൻഡ് സൈഡിലാണ്. അപ്പൊ ഈ ക്രോസ് റുപ്പി റൈറ്റ് ഹാൻഡ് സൈഡ്, അതായത് റുപ്പി സ്റ്റാറ്റസ് അതർ ദാൻ 1 ആയതുകൊണ്ട് ഇഫ് യു വോണ്ട് ഡോളർ പെർ പൗണ്ട്, നിങ്ങൾക്ക് വേണ്ട ഡോളർ പെർ പൗണ്ട് ആണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ്, പൗണ്ട് എക്സ്ചേഞ്ച് ഡിവൈഡഡ് ബൈ ഡോളർ എക്സ്ചേഞ്ച്. ഇഫ് യു വോണ്ട് ഡോളർ പെർ പൗണ്ട്, ഇത് വായിക്കുന്നത് ഇങ്ങനെ ഡോളർ പെർ പൗണ്ട് എന്നാണ്. അപ്പൊ ഈ ഡോളർ പെർ പൗണ്ട് ആണ് വേണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പൗണ്ട് എക്സ്ചേഞ്ച്, നേരെ റിവേഴ്സ്, പൗണ്ട് എക്സ്ചേഞ്ച് ബൈ ഡോളർ എക്സ്ചേഞ്ച്. എന്തുകൊണ്ട് അങ്ങനെ എടുക്കാൻ കാര്യം? കോമൺ കറൻസിയുടെ സ്റ്റാറ്റസ് അതർ ദാൻ 1 ആണ്. Common currency status other than 1 ആണ്. So if you want pound, if you want dollar per pound, you will take pound exchange by dollar exchange. Which means apo pound per dollar എന്തായിരിക്കും? Pound per dollar will be 95 by 70. Which means 1.357. 1.357. അപ്പൊ നമ്മൾ എഴുതുന്നതായിരിക്കും 1 പൗണ്ട്, ഇത് പെർ പൗണ്ട് അല്ലേ? 1 pound is equal to dollars 1.357. ഇതേ പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് തിരിച്ചും കണ്ടുപിടിക്കാൻ പറ്റും. I want to know what is, how much is dollar per, sorry, pound per dollar. I want to know what is pound per dollar. Pound per dollar. I want to know pound per dollar. I want to know pound per dollar. Pound per dollar വേണം. അപ്പൊ per dollar ആണ്. അപ്പൊ ഇവിടെ ഞാൻ ചെയ്യുമ്പോൾ pound per dollar. Pound per dollar ആകുമ്പോൾ കോമൺ കറൻസി അതർ ദാൻ 1 ആയിട്ട് എടുക്കണം. അപ്പൊ ഡോളർ എക്സ്ചേഞ്ച് ബൈ പൗണ്ട് എക്സ്ചേഞ്ച്. Dollar exchange by pound exchange. For 70 by 95. 70 by 95. $0.7368. 0.737. 0.737. അതായത് $1 is equal to pound 0.737. Okay. But using a common currency, you can determine cross code. നിങ്ങൾക്ക് cross code determine ചെയ്യാൻ പറ്റും. മിക്കവാറും കോമൺ കറൻസി ഹോം കറൻസി ആയിരിക്കും, ഡൊമസ്റ്റിക് കറൻസി ആയിരിക്കും. അപ്പൊ ഡൊമസ്റ്റിക് കറൻസി കോമൺ കറൻസി ആയിട്ട് വെച്ചിട്ട് നമുക്ക് രണ്ട് ഫോറിൻ കറൻസീസിന്റെ കോട്ട് നമുക്ക് എടുക്കാം. അത് നമ്മൾ ഇന്റർനാഷണൽ കോട്ടായിരിക്കും അഥവാ ക്രോസ് കോട്ട്. ആ ക്രോസ് കോട്ടില് none of the currencies will be official currency of that domestic country. Cross quarter, none of the currencies will be official currency of the domestic country. അപ്പൊ ഇവിടെ ഡോളർ പെർ പൗണ്ട് നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് കിട്ടി 1.357 അല്ലെങ്കിൽ 0.737. ഈ ഡോളറും പൗണ്ടും they are not official currency of that country. അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് രണ്ട് ഫോറിൻ കറൻസികൾ നമ്മൾ കോട്ട് കണ്ടുപിടിക്കാം. അതിന് നമുക്ക് വേണ്ട സഹായം എന്താണ്? ഒരു കോമൺ കറൻസി വേണം തമ്മിൽ കണക്ട് ചെയ്യാൻ. ഓക്കെ ആണോ? Is it okay? Yes, sir. Suppose exchange rate ഇങ്ങനെ കിടക്കുന്നു. ₹1 is equal to
$0.0142. 1 rupee is equal to 0.0105 pound. I want to know what is the exchange rate between dollar per pound. I want to know dollar per pound. Dollar per pound. Dollar and pound are not directly quoted against each other. But there is a common currency which is capable of connecting dollar and pound. The dollar and pound connect a common currency. And I see that common currency is rupee. Because there is a quote between dollar and rupee. There is a quote between pound as well as rupee. But there is a common currency to connect dollar and pound. Dollar bar pound dollar per pound is the meaning. How many dollars per pound is the meaning? Already we have discussed that. This principle we use. Using rupee, I can connect these two. Since the common currency rupee is shown as 1, is on the left side. Left side, when you use dollar per pound, you use in the formula in dollar exchange by pound exchange. Dollar exchange by pound. Common currency 1 ആണെങ്കിൽ എന്താണ് നമ്മുടെ റിക്വയർമെന്റ് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ റിക്വയർമെന്റ് അതുപോലെ തന്നെ എഴുതുക അതേ ഓർഡറിൽ തന്നെ എഴുതുക ഡോളർ ബൈ പൗണ്ടിന് പകരം ഡോളർ ബൈ പൗണ്ട് എന്നുള്ള ഡോളർ എക്സ്ചേഞ്ച് ബൈ പൗണ്ട് എക്സ്ചേഞ്ച് ആസ് എ കോമൺ കറൻസി അതർ ദാൻ 1 ആണെങ്കിൽ ഡോളർ ബൈ പൗണ്ട് എഴുതുമ്പോൾ തിരിച്ചെഴുതുക പൗണ്ട് ബൈ ഡോളർ എഴുതുക അത് ഓർത്തിരിക്കാൻ പറ്റും അപ്പൊ കോമൺ കറൻസിക്ക് അനുസരിച്ച് നമ്മുടെ ഫോർമുലയും മാറും ഹിയർ ഇറ്റ് വിൽ ബി ഡോളർ പെർ പൗണ്ട് ആണ് എനിക്ക് വേണ്ടത് അപ്പൊ 1 pound is equal to dollars 0.0142. Dollar by pound 0.0105 is equal to 1.352. 1.353. 1.353. Is it okay? ഇവിടെയൊക്കെ നമ്മൾ ഒരു കോമൺ കറൻസി വെച്ചിട്ട് കംപ്ലീറ്റ് പരിപാടിയും ചെയ്യണം ഐഡന്റിഫൈ ദാറ്റ് അപ്പോ ഫോർ ഒരു ക്രോസ് കോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഒരു കോമൺ കറൻസിയാണ് ആ കോമൺ കറൻസിയുടെ സ്റ്റാറ്റസ് എങ്ങനെ നോക്കുക കോമൺ കറൻസി വാല്യൂ ഈക്വൽ ടു 1 ആയിട്ടാണോ അതർ ദാൻ 1 ആയിട്ടാണോ കിടക്കുന്നത് നോക്കുക ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ റിക്വയർമെന്റ് അതുപോലെ തന്നെ ഫോർമുല കോമൺ കറൻസി വാല്യൂ നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താണ് നമുക്ക് വേണ്ട റിക്വയർമെന്റ് അതിന്റെ ഓപ്പോസിറ്റ് ഫോർമുല ഇതിന് ഫോർമുല ഒന്നും പറയാൻ പറ്റില്ല ഇത് ജസ്റ്റ് ഒരു മൈൻഡ് ആപ്ലിക്കേഷൻ ഇനി ഇത് ബേസിക് പ്രിൻസിപ്പിൾ തന്നെ ബേസിക് പ്രിൻസിപ്പിൾ തന്നെ കോമൺ കറൻസി ഐഡന്റിഫൈ ചെയ്യുക കോമൺ കറൻസി വാല്യൂ നോക്കുക കോമൺ കറൻസി 1 ആണെങ്കിൽ റിക്വയർമെന്റിന്റെ അതേ ഫോർമുല കോമൺ കറൻസി നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ റിക്വയർമെന്റ് ഓപ്പോസിറ്റ് ഫോർമുല ഇതിപ്പോ ഞാൻ ലോക്ക്ഡ് റേറ്റ് വെച്ചിട്ടാണ് ഇതിനിപ്പോ ചെയ്ത് 2-way കോട്ട് ആണെങ്കിലും സെയിം തന്നെയാണ് മെത്തേഡ് സെയിം തന്നെയാണ് കൺസെപ്റ്റ് അതായത് കോമൺ കറൻസി 1 ആണെങ്കിൽ റിക്വയർമെന്റ് അതേപോലെ തന്നെ ഫോർമുല കോമൺ കറൻസി നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ റിക്വയർമെന്റ് എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ഫോർമുല ഈവൻ ഇഫ് ഇറ്റ് ഇസ് 2-way കോട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ $1 is equal to rupees 70-70.5 1 pound is equal to rupees 95-95.8 I want to know dollar per pound. I want to know dollar per pound.
I have analyzed and find that common currency, there is a common currency connecting dollar and pound. The common currency connecting dollar and pound is rupee. Rupee is a common currency. Our dollar per pound will be equal to rupee status. Rupee status other than 1 item, not equal to 1 item, common currency status. So since I want dollar per pound, formula using the dollar exchange by pound exchange. Sorry, dollar per pound is the pound exchange by dollar exchange. This common currency is not equal to 1. Since I want a dollar per pound, formula will be pound exchange by dollar exchange. This is the near opposite. ഇനി നമുക്ക് ഈ ക്രോസ് കോട്ട് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം? ഞാൻ ഫോർമുലയിലേക്ക് ഒന്നും പോകില്ല. ക്രോസ് കോട്ട് അപ്പോൾ പൗണ്ട് എക്സ്ചേഞ്ച് ബൈ ഡോളർ എക്സ്ചേഞ്ച് ആണ് ഫോർമുല. അപ്പൊ ന്യൂമറേറ്റർ വരുന്ന പൗണ്ട് എക്സ്ചേഞ്ച് ആണ് 95.8. ഡിനോമിനേറ്റർ വരുന്നത് ഡോളർ ആണ് 70.5. പിന്നെ ഇത് ക്രോസ് കോട്ടാണ്. ക്രോസ് കോട്ട് ആയതുകൊണ്ട് ഒരിക്കലും ഡിവൈഡ് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല ഡിവൈഡ് ചെയ്യേണ്ടത്. ഇറ്റ് ഷുഡ് നോട്ട് ബി ഡിവൈഡഡ് ലൈക്ക് ദിസ്. ഇത് തെറ്റാണ്. ഇങ്ങനെയല്ല ഡിവൈഡ് ചെയ്യേണ്ടത്. ക്രോസ് ആണ് ഡിവിഷൻ. This is not the way of dividing. ക്രോസ് കോട്ട് ആയതുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത് 95 ഡിവൈഡ് ചെയ്യേണ്ടത് ക്രോസ് വെച്ചിട്ട് 70.5. 95.8 ഡിവൈഡ് ചെയ്യേണ്ടത് 70 വെച്ചിട്ട്. അതായത് ന്യൂമറേറ്റർ ലോവർ വാല്യൂ ഡിവൈഡഡ് വിത്ത് ഡിനോമിനേറ്റർ ഹയർ വാല്യൂ. ന്യൂമറേറ്റർ ലോവർ ബൈ ഡിനോമിനേറ്റർ ഹയർ. ന്യൂമറേറ്റർ ഹയർ വിത്ത് ഡിനോമിനേറ്റർ ലോവർ. ക്രോസ് ആണ് മൂവ്മെന്റ്. ക്രോസ് ഇങ്ങനെ മൂവ് ചെയ്യും. എന്നിട്ട് പിന്നെയും ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പാടില്ല. ഇത് തെറ്റാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പാടില്ല. ഇത് തെറ്റാണ്. ക്രോസ് ആണ്. ക്രോസ് ആയതുകൊണ്ട് ഇതിന്റെ ആൻസർ കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ഇത് വെച്ച് ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഇവിടെ ആയിരിക്കും. ഇതായിരിക്കും ആൻസർ. ഇതിനെ ഇതോട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഇവിടെ ആയിരിക്കും. എങ്കിലേ അത് ശരിയാവുള്ളൂ. കാരണം ഹയർ വാല്യൂ വിത്ത് ലോവർ വാല്യൂ വിത്ത് ഹയർ വാല്യൂ ഷുഡ് ഗിവ് എ ക്രോസ് ലോവർ വാല്യൂ. ഹയർ വാല്യൂ ബൈ ലോവർ വാല്യൂ ഷുഡ് ഗിവ് യു ക്രോസ് ഹയർ വാല്യൂ. ഇത് ക്രോസ് ലോവർ വാല്യൂ ആയിരിക്കും. ഇത് ക്രോസ് ഹയർ വാല്യൂ ആയിരിക്കും. എന്തുകൊണ്ട് ഇത് ക്രോസ് ലോവർ വാല്യൂ വരാൻ കാരണം ഇവിടുത്തെ ലോവർ വാല്യൂവിനെ ഇവിടുത്തെ ഹയർ വാല്യൂ വെച്ചാൽ ഡിവൈഡ് ചെയ്തിരിക്കും. അപ്പൊ ഈ റിസൾട്ട് എപ്പോഴും ലോവർ ആയിരിക്കും. ഇവിടുത്തെ ഹയർ വാല്യൂവിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ലോവർ വാല്യൂ വെച്ചിട്ടാണ്. അപ്പൊ ഈ കിട്ടുന്ന വാല്യൂ ഹയർ ആയിരിക്കും. നമുക്ക് വേണ്ട റിക്വയർമെന്റ് ബിഡ് ലെസ്സും ആസ്ക് മോറും ആയിരിക്കണം. സോ 95 divided by 70.5 1.3475 1.3475. 95.8 will be divided with 70. Will give 1.3685. 1.3685. Now, cross quarter 1 pound is equal to 1.3475 dash 1.3685 dollars. ഇതാണ് നമ്മുടെ ക്രോസ് കോട്ട്. ദിസ് ഇസ് ക്രോസ് കോട്ട്. ക്രോസ് കോട്ട് ക്രോസ് മൂവ്മെന്റ് ആണ് വരുന്നത്. ക്രോസ് മൂവ്മെന്റ് ആണ് വരുന്നത്. അല്ലെ, ഇതിനെ ഇതോട് ഡിവൈഡ് ചെയ്തിട്ട് ഇവിടുത്തെ ആൻസറും ഇതിനെ ഇതോട് ഡിവൈഡ് ചെയ്തിട്ട് ഇവിടുത്തെ ആൻസറും വരരുത്. അത് തെറ്റാണ്. This cross movement is to ensure that bid will be always less. Cross movement is to ensure that bid is always less. കാരണം ഇവിടുത്തെ ലോവർ വാല്യൂവിനെ ഇവിടുത്തെ ഹയർ വാല്യൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വന്നാലും അത് ന്യൂമറേറ്ററിലെ ലോവർ, ഈ രണ്ടെണ്ണത്തിലെ ലോവർ വാല്യൂ ആണ് ഇത്. ആ ലോവർ വാല്യൂവിനെ ഡിനോമിനേറ്റർ ഹയർ വാല്യൂ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി കിട്ടുന്ന ക്രോസ് വാല്യൂ ലെസ് ആയിരിക്കും. ഇവിടെ നിന്ന് ന്യൂമറേറ്ററിലെ ഒരു ഹയർ വാല്യൂവിനെ ഡിനോമിനേറ്റർ ലോവർ വാല്യൂ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ കിട്ടുന്ന ക്രോസ് ആൻസർ ഒരു ഹൈ വാല്യൂ ആയിരിക്കും. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. ദിസ് ഇസ് ദ പ്രിൻസിപ്പിൾ. ടു വേ കോട്ട് ആണെങ്കിൽ ദിസ് ഇസ് ബേസിക് പ്രിൻസിപ്പിൾ ഒക്കെ സെയിം ആണ്. അതായത്
ഈ രണ്ട് കറൻസി നമ്മൾ കണക്ട് ചെയ്ത് കോമൺ കറൻസി ഉണ്ടോ? ഉണ്ട്. ആ കോമൺ കറൻസി എങ്ങനെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്? 1 ആയിട്ടാണോ അതോ അതർ ദാൻ 1 ആയിട്ടാണോ? അതർ ദാൻ 1 ആണ്. എങ്കിൽ എന്റെ റിക്വയർമെന്റ് എന്താണ്? $/pound. അപ്പൊ ഫോർമുല എന്തായിരിക്കണം? റിവേഴ്സ് ഫോർമുല. ഇനി ഇപ്പൊ സപ്പോസ് കോമൺ കറൻസി 1 ആയിരുന്നു വെച്ചു. സപ്പോസ് കോമൺ കറൻസി 1 ആയിരുന്നെങ്കിൽ എന്താണ് എന്റെ റിക്വയർമെന്റ്? $/pound. അപ്പൊ ഫോർമുല എങ്ങനെയായിരിക്കണം? $/pound തന്നെ ആയിരിക്കണം ഫോർമുല. $/pound തന്നെ ആയിരിക്കണം ഫോർമുല. ഓക്കെ ആണോ? Yes, sir. നമ്മുടെ അടുത്ത ഏരിയ എക്സ്ചേഞ്ച് റേറ്റ് ഫോർകാസ്റ്റിംഗ്. ഹൗ ടു ഫോർകാസ്റ്റ് ദി എക്സ്ചേഞ്ച് റേറ്റ്. ഈ എക്സ്ചേഞ്ച് റേറ്റ്സ് നമ്മൾ എങ്ങനെയാണ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്? ഇതൊരു തിയററ്റിക്കൽ ഏരിയ ആണ്. There are different techniques for exchange forecasting. എക്സ്ചേഞ്ച് ഫോർകാസ്റ്റിംഗിന് നമ്മൾ പല ടെക്നിക്സ് യൂസ് ചെയ്യും. അത് ഫസ്റ്റ് വൺ ഇസ് ടെക്നിക്കൽ ഫോർകാസ്റ്റിംഗ്. ടെക്നിക്കൽ ഫോർകാസ്റ്റിംഗിൽ ബേസിക്കലി യു യൂസ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ. ഹിസ്റ്റോറിക്കൽ ഡാറ്റ വിൽ ബി യൂസ്ഡ് ഫോർ പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചർ വാല്യൂസ്. ഫ്യൂച്ചർ വാല്യൂ പ്രൊഡിക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ് നമ്മൾ ബേസിസ് ആയിട്ട് വെക്കുന്നത്. സോ ഹിസ്റ്റോറിക്കൽ ഡാറ്റ വിൽ ഫോം ബേസിസ് ഫോർ പ്രെഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ വാല്യൂസ്. ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പെർഫോമൻസ്. അപ്പൊ ഇത് പക്ഷേ ഇതിന് ഈ ടെക്നിക്കൽ ഫോർകാസ്റ്റിംഗ് ചെറിയ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതായത് ഇതൊരു ഷോർട്ട് ടേം ബേസിസിലെ നമുക്ക് ഇത് ബെനിഫിഷ്യൽ ഉള്ളൂ. അതായത് പാസ്റ്റ് പെർഫോമൻസ് വെച്ച് നമ്മൾ ഇപ്പൊ ഫ്യൂച്ചർ വാല്യൂ നമ്മൾ പ്രെഡിക്ട് ചെയ്യണം. പക്ഷെ ഫോർ ദ സ്പെക്കുലേറ്റേഴ്സ് ഇറ്റ് മേ ബി യൂസ്ഫുൾ. സ്പെക്കുലേറ്റേഴ്സ് ഇത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം സ്പെക്കുലേറ്റേഴ്സ് മീൻസ് ദ പേഴ്സൺസ് who exploit currency fluctuation. Currency fluctuation exploit ചെയ്യുന്ന ആൾക്കാരാണ് സ്പെക്കുലേറ്റേഴ്സ്. For them this will be advantages. കാരണം അവരൊരു ഷോർട്ട് ടേം പ്രോസ്പെക്റ്റിലാണ് എപ്പോഴും മൂവ് ചെയ്യുക സ്പെക്കുലേറ്റേഴ്സ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇത് ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം ടു ഇവാലുവേറ്റ് ദ ഡേ ടു ഡേ മൂവ്മെന്റ്സ്. പക്ഷെ ഒരു റിയൽ ഒരു എക്സ്പോർട്ടർക്കോ അതല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടർക്കോ അല്ലെങ്കിൽ ഒരു കമ്പനികൾക്കൊന്നും ദിസ് മേ നോട്ട് ബി ബെനിഫിഷ്യൽ. ഇതൊരു ഷോർട്ട് ടേം ഒരു വ്യൂ ആണത്, ടെക്നിക്കൽ അനാലിസിസ്. പിന്നെ then there is fundamental forecasting ഉണ്ട്. Fundamental forecasting is actually based on the relationship between economic variables. അപ്പൊ എക്സ്ചേഞ്ച് റേറ്റിനെ എഫക്ട് ചെയ്യുന്ന ഒരുപാട് എക്കണോമിക് വേരിയബിൾസ് ഉണ്ടാവും. അപ്പൊ ദിസ് fundamental forecasting takes into account the relationship between this economic variables and exchange rate. അപ്പൊ economic variables, there are economic variables which will affect the exchange rate. ആ economic variables ഉം exchange rate ഉം തമ്മിലുള്ള relation evaluate ചെയ്തിട്ട് based on that forecasting is done. Then there is market-based forecasting. Market-based forecasting there may be various market indicators. Market ഒരുപാട് സൂചനകൾ നമുക്ക് കിട്ടും. Using this market indicators, forecasting is developed. അപ്പൊ ഈ മാർക്കറ്റ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് ഫോർകാസ്റ്റ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി നമ്മൾ സ്പോട്ട് റേറ്റും ഫോർവേഡ് റേറ്റ്സ് ഒക്കെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യും. മാർക്കറ്റ് ഇൻഡിക്കേറ്റേഴ്സ് മാർക്കറ്റ് സൂചനകൾ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താ വെച്ചാൽ ബേസിക് നമ്മൾ ഈ സ്പോട്ട് റേറ്റും ഫോർവേഡ് റേറ്റ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫോർകാസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യുക. അപ്പൊ when this spot rates are used spot rate യൂസ് ചെയ്യുമ്പോൾ എന്താണ്, അപ്പൊ what is the spot rate prevailing and what is the forward rate? അപ്പൊ അതൊക്കെ വെച്ചിട്ട് an evaluation will be done and a forecasting will be done. അപ്പൊ ഇത് അപ്പൊ ഈ സ്പോട്ട് റേറ്റ്സ് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്? സ്പോട്ട് റേറ്റ്സ് യൂസ് ചെയ്യാൻ കാരണം വെച്ചാല് ഈ ഇപ്പോഴത്തെ റേറ്റ് the current rates will have an impact. The current rates will have an impact on future rates. Future rates and current rates ഒരു impact ഉണ്ടാകും എന്ന assumption ആണ് ഇവിടെ. The current rates will have a impact on the future rates. Which means അപ്പോ future market expectation, this spot rates അല്ലെങ്കിൽ current rates will reflect
ഫ്യൂച്ചർ മാർക്കറ്റ് എക്സ്പെക്ടേഷൻ എന്ന അസംഷൻ ആണ്. കറണ്ട് റേറ്റ്സ് വിൽ റിഫ്ലക്ട് ഫ്യൂച്ചർ മാർക്കറ്റ് എക്സ്പെക്ടേഷൻ എന്ന കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് അപ്പൊ ബേസിക്കലി 3 ടെക്നിക്സ് ഉള്ളത്. 4 എന്ന് പറയും, 3 ടെക്നിക്, 4ാമത്തെ ടെക്നിക് അവിടെ നിൽക്കട്ടെ. 3 ടെക്നിക്സ് ഉള്ളത്. ഒന്ന് ടെക്നിക്കൽ ഫോർകാസ്റ്റിംഗ്. ഇപ്പോ എക്സ്ചേഞ്ച് റേറ്റ് ഫോർകാസ്റ്റിംഗ് നമ്മൾ ബേസിക്കലി 3 ടെക്നിക്സ് ആണ്. ഒന്ന് ടെക്നിക്കൽ ഫോർകാസ്റ്റിംഗ്, പിന്നെ ഫണ്ടമെന്റൽ ഫോർകാസ്റ്റിംഗ്, പിന്നെ മാർക്കറ്റ് ബേസ്ഡ് ഫോർകാസ്റ്റിംഗ്. ഇത് 3 സ്പെസിഫിക് ടെക്നിക്സ്. പിന്നെ 4ാമതൊരു ടെക്നിക് ഉണ്ട്. അതെന്താ സംഭവിച്ചത്? മിക്സഡ് ഫോർകാസ്റ്റിംഗ്. മിക്സഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മിക്സഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫോർകാസ്റ്റിംഗ്, അങ്ങനെ ടെക്നിക്, ആ ടെക്നിക് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് ടെക്നിക് അല്ല മിക്സഡ് ഫോർകാസ്റ്റിംഗ്. മിക്സഡ് ഫോർകാസ്റ്റിംഗിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് വി വിൽ യൂസ് കോമ്പിനേഷൻ ഓഫ് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ്. പല ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് ഉണ്ടാവും. ഇപ്പൊ സേ ടെക്നിക്കൽ ഫോർകാസ്റ്റിംഗ്, ഫണ്ടമെന്റൽ ഫോർകാസ്റ്റിംഗ്, അതുപോലെ തന്നെ മാർക്കറ്റ് ബേസ്ഡ് ഫോർകാസ്റ്റിംഗ്, ഇങ്ങനത്തെ ടെക്നിക്സ് ഒക്കെ ഉണ്ട്. ഇതിന്റെയൊക്കെ കോമ്പിനേഷൻ യൂസ് ചെയ്യും. അതായത് ഒന്നിൽ കൂടുതൽ ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് ഉണ്ടാവും. ഇതിന്റെ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ മിക്സഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മിക്സഡ് ഫോർകാസ്റ്റിംഗ് വി യൂസ് കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് ഫോർകാസ്റ്റിംഗ് ടെക്നിക്, അതായത് മോർ ദാൻ 1 ഫോർകാസ്റ്റിംഗ് ടെക്നിക്സിന്റെ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ മിക്സഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ we will develop a weighted average of different forecasting techniques. അപ്പൊ ഫോർകാസ്റ്റിംഗ് ടെക്നിക്സിന്റെ ഒക്കെ ഒരു വെയ്റ്റഡ് ആവറേജ് നമ്മൾ ഡെവലപ്പ് ചെയ്യും. അപ്പൊ ദീസ് ആർ ദ ബേസിക്കലി എക്സ്ചേഞ്ച് ടെക്നിക്സ് ഫോർ എക്സ്ചേഞ്ച് റേറ്റ് ഫോർകാസ്റ്റിംഗ്. ഇതൊരു തിയറി ഏരിയ, പ്യൂർലി a theory area. Now, next is exchange rate determination and the factors which are going to affect exchange rate determination. അടുത്ത നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷനും various factors which are going to affect the exchange rate determination. ഇത് നമുക്ക് വിൽ ഡിസ്കസ് ടുമോറോ. ഇത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷനും വേരിയസ് ഫാക്ടേഴ്സ്. ഇന്നത്തെ റെക്കോർഡിംഗ്